കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ്. ഈ പ്രവേശനോത്സവ പരിപാടിയുടെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ മധുലാൽ സാറിന് മൈക്ക് കൈമാറുന്നു. നമ്മുടെ സ്കൂളിൻ്റെ പ്രവേശന ഉത്സവം വളരെ ഗംഭീരമായി തന്നെ ആദ്യ പ്രോഗ്രാം 2 കുട്ടികളുടെ ഡാൻസോടുകൂടി ആരംഭിച്ചു. അതിനുശേഷം കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ സ്കൂളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും കോർത്തിണക്കി വളരെ നല്ല രീതിയിൽ അതിവിടെ അവതരിപ്പിച്ചു. ഈ വർഷത്തെ പ്രവേശനോത്സവത്തിന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന്, ഔദ്യോഗികമായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി അമ്പിളി ടീച്ചറെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിൽ വിളിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നല്ല ഒരു പുതിയ തുടക്കം 2024-25 വർഷത്തിൻ്റെ ആരംഭമാണ്. എല്ലാ സ്കൂളുകളിലും ഇന്ന് പ്രവേശനോത്സവം നടക്കുകയാണ്. നല്ലൊരു അധ്യയന വർഷം ആയിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ അധ്യയന വർഷം നമുക്ക് നല്ലൊരു അധ്യയന വർഷമായിരുന്നു. കാരണം ഒരു HS വിഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ റിസൾട്ട് SSLC പരീക്ഷയോടുകൂടിയാണ് ഒരു അധ്യയന വർഷം അവസാനിക്കുന്നത്. നമുക്ക് നല്ലൊരു റിസൾട്ടായിരുന്നു കഴിഞ്ഞ വർഷം. 34 ഫുൾ A+ ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 100% വിജയം. അതായത് 106 കുട്ടികളായിരുന്നു നമ്മുടെ SSLCക്ക് എഴുതിയത്. ഈ 106 പേരും വിജയിച്ചു. അതൊരു മഹത്തായ കാര്യമാണ്. ഈ 106 കുട്ടികൾക്കും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ PTA പ്രസിഡന്റുമായ ശ്രീ മധുലാൽ സാറിനെയാണ്. സാർ നമ്മുടെ സ്കൂളിലെ എന്ത് പ്രവർത്തനങ്ങൾക്കും നമ്മളോടൊപ്പം നിൽക്കുകയും നല്ല നല്ല ഉപദേശങ്ങൾ നൽകുകയും നല്ല തിരക്കുള്ള വ്യക്തിയായിട്ട് കൂടി എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഉദ്ഘാടനം ചെയ്യാൻ എന്ന് ഏറ്റിട്ടുള്ള നമ്മുടെ എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എബ്രഹാം അവർകളാണ്. ഇന്ന് പ്രവേശനോത്സവ പരിപാടി, പഞ്ചായത്ത് തല പ്രവേശനോത്സവം നടക്കുന്ന ഗവൺമെൻറ് LPS ഇടമനങ്ങാട്, അവിടെ എല്ലാ മെമ്പർമാരും പ്രസിഡന്റും ഒക്കെ അത്യാവശ്യമായി എത്തിച്ചേരേണ്ടത് കൊണ്ടാണ് എത്താൻ താമസിക്കുന്നത്. എല്ലാ സ്കൂളുകളിലും പോകേണ്ടതുണ്ട്, അതുകൊണ്ടാണ് താമസിക്കുന്നത്. ഇവിടെ വന്നിട്ടാണ് പോയത്. ഇനിയും എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ മുഖ്യ അതിഥി നമ്മുടെ സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി ദീപക് സാറാണ്. സാറും ഈ യോഗത്തിൽ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. സാറിന് അത്യാവശ്യമായി ചില കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടതുള്ളതുകൊണ്ടാണ് താമസിക്കുന്നത്. എങ്കിലും എത്തിച്ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ദീപക് സാറിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അവാർഡ് ദാനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എഴുകോൺ പോലീസ് സ്റ്റേഷനിലെ ISHO ആയ ശ്രീ T വിജയകുമാർ സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് പ്രദീപ് അവർകളാണ് അടുത്തത്. അദ്ദേഹവും എത്ര തിരക്കുണ്ടെങ്കിലും നമ്മുടെ സ്കൂളിൻ്റെ എന്ത് പ്രവർത്തനങ്ങൾക്കും
എപ്പോഴും ഓടിയെത്തുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നല്ല നല്ല നിർദ്ദേശങ്ങളും തരാറുണ്ട്. അപ്പോൾ പ്രദീപ് അവർകളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി MPTA പ്രസിഡന്റാണ് ശ്രീമതി പ്രശോഭ. പ്രശോഭ മാഡം ഏത് കാര്യങ്ങൾക്കും, അതുപോലെ ഏത് നമ്മൾ മീറ്റിംഗ് കൂടിയാലും എത്ര തിരക്കുണ്ടെങ്കിലും എത്തിച്ചേരും. അതുപോലെ എല്ലാ കാര്യങ്ങളും തുറന്ന സമീപനത്തോടുകൂടി കാര്യങ്ങൾ എന്തും ഞങ്ങളോടൊപ്പം ഷെയർ ചെയ്യുകയും അതിന് എന്ത് കാര്യങ്ങൾക്കും ഒരു പരിഹാരം കാണാനും വേണ്ടി എപ്പോഴും എത്തിച്ചേരുന്ന പ്രശോഭ മാഡത്തിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ H. കനകദാസ് അവർകളാണ്. അദ്ദേഹം ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്, ഈ സ്കൂളിലെ ഒരു പേരൻ്റാണ്. അദ്ദേഹവും ഇതുപോലെ ഏത് കാര്യങ്ങൾക്കും ഈ സ്കൂളിനോടൊപ്പം നിൽക്കുന്ന വ്യക്തിത്വമാണ്. കനകദാസ് അവർകളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ അലക്സ് സാറാണ് അടുത്തത്. അലക്സ് സാറ് നമ്മുടെ HS രണ്ട് വിഭാഗമായിട്ടാണെങ്കിലും നമ്മുടെ സ്കൂളിൻ്റെ തന്നെ ഭാഗമാണ് ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത്. അപ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ എന്ത് കാര്യങ്ങൾക്കും നല്ല നല്ല നിർദ്ദേശങ്ങൾ നൽകുന്ന അലക്സ് സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, നമ്മുടെ സ്കൂളിൽ നിൽക്കുന്ന ഈ വാർഡിലെ മെമ്പർ ശ്രീമതി S. സുധർമ്മ ദേവി മാഡവും ഏത് കാര്യങ്ങൾക്കും നമ്മളോടൊപ്പമുണ്ട്. സുധർമ്മ ദേവി മാഡത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിലെ റിട്ടയർഡ് അധ്യാപകനായ രാജശേഖരൻ സാറാണ്. സാറും സ്കൂളിൻ്റെ കാര്യങ്ങൾക്ക് ഇപ്പോഴും നല്ല നല്ല പ്രവർത്തനങ്ങളും നല്ല നല്ല അഭിപ്രായങ്ങളും നൽകുന്ന സാറാണ്. രാജശേഖരൻ സാറിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി മനേഷ് സാറാണ്. സാറ് ഈ പ്രവേശനോത്സവത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയത് മനേഷ് സാറാണ്. സാറിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുതുതായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്, കുട്ടികളുടെ ദിവസമാണ്. ഈ പ്രവേശനോത്സവം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ പുതിയ കുഞ്ഞുങ്ങളെയും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കുട്ടികളും, പുതിയ കുട്ടികളല്ല, പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടെ പഠിക്കുന്ന കുട്ടികളും എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നല്ല ഗ്രേഡ് വാങ്ങിയതും നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചുപോയി PGക്ക് റാങ്ക് നേടിയ മേഘ ഉൾപ്പെടെ എല്ലാ ഗ്രേഡ് ജേതാക്കളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രക്ഷിതാക്കൾ, ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കയ്യിൽ കുട്ടികളെ ഏൽപ്പിച്ചിട്ടുള്ള ഈ രക്ഷിതാക്കളെ വളരെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഞങ്ങളുടെ എൻ്റെ സഹപ്രവർത്തകർ ആയിട്ടുള്ള അധ്യാപകർ, അനധ്യാപകർ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് എല്ലാ വ്യക്തികളെയും, നാട്ടുകാരെയും, നമ്മുടെ അഭ്യുദയകാംക്ഷികളെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുവാൻ ഏതാനും ഇവിടെ വന്നിട്ട് പോയി, ഏതാനും നിമിഷങ്ങൾക്കകം വീണ്ടും എത്തിച്ചേരുന്ന എഴുകോൺ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എബ്രഹാം, സ്വാഗതം ആശംസിച്ച ശ്രീമതി അമ്പിളി രാമേന്ദ്രൻ, അവാർഡ് ദാനം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എഴുകോൺ പോലീസ്
സർക്കിൾ ഇൻസ്പെക്ടർ ബഹുമാനിയായ ശ്രീ ടി വിജയകുമാർ സാർ, ശ്രീ ദീപക്, പി ടി എയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ത്രിദീപ്, MBT യുടെ പ്രസിഡന്റ് ശ്രീമതി ശോഭ, ശ്രീ മാത്യു കെ അലക്സ്, ശ്രീ എസ് സുധർമാദേവി, ശ്രീ എച്ച് കനകദാസ്, ശ്രീ ജി രാജശേഖരൻ നായർ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീ മനേഷ് സാർ, ബഹുമാന്യരായ അധ്യാപകർ, രക്ഷകർത്താക്കൾ, കുട്ടികൾ, പുതിയതായി കടന്നു വന്ന കുഞ്ഞുങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ സ്കൂളിൽ വളരെ ഗംഭീരമായി തന്നെ ഈ വർഷത്തെ പ്രവേശനോത്സവം ആരംഭിച്ചിരിക്കുകയാണ്. ഈ സ്കൂള് 100 വർഷങ്ങൾ പിന്നിടാൻ പോവുകയാണ്. 100 വർഷങ്ങൾ തികയാൻ ഏതാനും വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ സ്കൂള് ആരംഭിച്ച മഹത് വ്യക്തി, ആ വ്യക്തിയെ മനസ്സിൽ ആരാധിച്ചിട്ട് വേണം നമ്മൾ ഈ സ്കൂളിന്റെ പ്രവേശനോത്സവം തുടങ്ങാൻ. കാരണം 100 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന കാലഘട്ടം, 100 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു ഈ നാട്ടിൻ പ്രദേശത്തെ, എഴുകോണിലെ, കേരളത്തിലെ, ഈ രാജ്യത്തെ അവസ്ഥ? ശ്രീ എം ഈശ്വരപിള്ള എന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ, അദ്ദേഹം 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂൾ ആരംഭിക്കുമ്പോൾ ഈ സ്കൂളിൽ പഠിച്ചിരുന്നത് ഏറ്റവും പിന്നോക്കക്കാരായ കുട്ടികളായി. ആയിരക്കണക്കിന് പിന്നോക്കക്കാരായ കുട്ടികൾ പഠിച്ച് ലക്ഷക്കണക്കിനായ ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകി. ഈ കേരളത്തിലെ പ്രഗത്ഭന്മാരായ ആളുകൾക്ക് ഇവിടെ വിദ്യാഭ്യാസം ചെയ്യുവാൻ അവസരമുണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനിയായ, നമുക്കറിയാം, നമ്മുടെ ബഹുമാന്യനായ മുൻ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ചന്ദ്രശേഖരൻ നായർ സാർ അടക്കം കേരളത്തിന്റെ, നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ സ്പോർട്സ് താരം, നമ്മുടെ നാട്ടുകാരനായ ഒളിമ്പിക്സ് താരമടക്കം ഒട്ടനവധി അധ്യാപക ശ്രേഷ്ഠന്മാർ ജന്മം നൽകിയ ഈ വിദ്യാലയം ഒട്ടനവധി ആളുകൾ, 100 കണക്കിന് ആളുകളെ പറയുവാൻ നമുക്ക് കഴിയും. അങ്ങനെ ഈ 2024-25 കടക്കുമ്പോൾ അന്ന് ഈ സ്കൂൾ അടക്കം 4 സ്കൂളുകൾക്ക് ജന്മം നൽകി. നമുക്കറിയാം അന്ന് സ്കൂളും ഇന്നത്തെ സ്കൂളുമായിട്ടുള്ള വ്യത്യാസം. ഇന്ന് സ്കൂളുകൾ പലയിടത്തും നടക്കുന്നത് എന്തിനാണ് എന്ന് നമുക്കറിയാം. സ്കൂൾ തുറക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭം ഒരു വ്യവസായമായി മാറുന്ന അന്തരീക്ഷം ചില സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോഴാണ് ആ വലിയ മനുഷ്യൻ അന്ന് 1 രൂപ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ, സ്കൂൾ കെട്ടണമെങ്കിൽ കയ്യിൽ നിന്നും പണമിറക്കി, കുടുംബത്തിന്റെ പണമിറക്കി 1 രൂപയുടെ ആദായമില്ലാത്ത ഒരു സ്ഥാപനം. എന്ത് ലക്ഷ്യമാണ്? ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം. ആ വിദ്യാഭ്യാസം ലഭ്യമാകുന്നതിന് വേണ്ടി ആ വലിയ മനുഷ്യൻ തുടങ്ങി വെച്ച സ്കൂളാണ് ഇന്ന് 100 വർഷം പിന്നിടുമ്പോൾ നമ്മൾ ഈ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും ആ സ്കൂളിന്റെ ചരിത്രം, ആ സ്കൂളിന്റെ എല്ലാവിധമായ സൗകര്യങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പിന്നീട് വന്ന മാനേജർമാർ, അത് രാജേന്ദ്ര സാർ ആയാലും നിർമ്മലാദേവി മാഡം ആയാലും, എല്ലാവരും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ ദീപകിന്റെ നേതൃത്വത്തിൽ അദ്ദേഹവും ആത്മാർത്ഥമായി പരിശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇന്നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്നേഹവും പിന്തുണയും സഹകരണവും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. പുതിയതായി കടന്നു വന്ന കുട്ടികൾ, നിങ്ങൾ തീർച്ചയായും, നിങ്ങൾക്ക് പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക് ഈ കാലഘട്ടത്തിൽ ഒട്ടനവധി പ്രയാസമുണ്ട്. രക്ഷിതാക്കൾ രാവിലെ കുട്ടികളെ വിടുമ്പോൾ അവിടെ വ്യാകുലപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും ഈ രാജ്യത്തും ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഭയക്കേണ്ട. ഈ സ്കൂൾ, ഗ്രാമപ്രദേശത്തുള്ള ഈ സ്കൂളിൽ ഒരു സാമൂഹ്യ വിരുദ്ധന്മാരും ഒരു കുഴപ്പക്കാരും വരാതെ കാത്തു സൂക്ഷിക്കുവാൻ
ഇവിടുത്തെ അധ്യാപകർ, അതോടൊപ്പം എഴുകോൺ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ ദിവസം ഒരു പ്രാവശ്യം ഈ മേഖലയിൽ കറങ്ങുന്നു എന്ന് മാത്രമല്ല, പുറത്തു നിന്നുള്ള ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കുവാൻ നാളിതുവരെയായിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും നമുക്ക് സഹായം കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അതുകൊണ്ട് ഈ സ്കൂളിൽ മറ്റ് ചില മേഖലകളിൽ ഇന്ന് കേരളത്തിലെ കലാലയങ്ങളിൽ നടക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും, ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ സ്കൂളിന്റെ പരിസരത്തോ ഈ സ്കൂളിലോ ഇല്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടി കഴിഞ്ഞ 2 വർഷക്കാലം ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തീർച്ചയായും നിങ്ങൾ കൊണ്ടുവന്ന് ഉത്തരവാദിത്തമായി ഏൽപ്പിച്ചിരിക്കുന്ന കുട്ടികളെ കൃത്യമായി തിരിച്ച് നിങ്ങൾക്ക് അതേപോലെ നൽകുവാൻ പ്രാപ്തരായ അധ്യാപകർ, അതുപോലെ അനധ്യാപകരും തീർച്ചയായും മറ്റ് ആളുകളും ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കാം. ഈ സ്കൂളിൽ കൃത്യമായ വിദ്യാഭ്യാസം മാത്രമല്ല, ഇവിടെ നമ്മൾ കണ്ടു ഇവിടെ എന്തെല്ലാം ക്ലബ്ബുകൾ ഉണ്ട് എന്ന് കൃത്യമായി കണ്ട്. SPCയുടെ മാത്രമാണ് കാണിച്ചത്, അതിനകത്ത് മറ്റ് പ്രോഗ്രാമുകളെല്ലാം കാണിച്ചെങ്കിലും എല്ലാവിധമായ ക്ലബ്ബുകളും ഈ സ്കൂളിലുണ്ട്. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുവാൻ ഇവിടുത്തെ അധ്യാപകരും മറ്റുള്ളവരും, മറ്റു സ്കൂളുകളെ അപേക്ഷിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ സ്കൂളിലെ അധ്യാപകർ തങ്ങളുടെ ശമ്പളത്തിൽ നിന്നും നല്ല ഒരു ഭാഗം, അതാണ് മറ്റു സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കിയത്. പല പ്രോഗ്രാമുകളും പല കാര്യങ്ങളിലും ഈ സ്കൂളിലെ അധ്യാപകർ, അത് ഹയർ സെക്കൻഡറിയിലായാലും ഹൈസ്കൂളിലായാലും, അധ്യാപകർ തങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ അത് അതുപോലെ കൊണ്ടുപോയി അങ്ങ് പോകുകയല്ല, നല്ല ഒരു ശതമാനം പണം ഈ സ്കൂളിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഏറ്റവും അവസാനമായി നമ്മൾ കണ്ടു, ഇവിടെ നിന്നും ഈ വർഷം റിട്ടയർഡ് ആയി പോയ ലാബ് അസിസ്റ്റന്റ് ഹരികൃഷ്ണൻ എന്താണെന്ന് അറിയാമോ ചെയ്തേ? അദ്ദേഹം ആ ലാബിന്റെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുത്തു. മാത്രമല്ല 21,200 രൂപ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടു. ഇവിടുത്തെ അധ്യാപകന്റെ അത് ഏൽപ്പിച്ചു. അതിന്റെ ഇൻട്രസ്റ്റ് എടുത്ത് വർഷാവർഷവും ഹയർ സെക്കൻഡറിയിലെ +1 +2 അതുപോലെ തന്നെ മാത്തമാറ്റിക്സിന് ശാസ്ത്രമേളയുടെ ജേതാവിനും അവർക്ക് അവാർഡ് കൊടുക്കുവാൻ, ആ പണം ഉപയോഗിക്കുവാൻ ആജീവനാന്ത കാലം അത് നീക്കി വയ്ക്കുന്നു. അതുപോലെ തന്നെയാണ് 10,000 രൂപ എല്ലാ അധ്യാപകരും ഇവിടുത്തെ ഉന്നമനത്തിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി ചിലവഴിക്കുന്നു എന്ന സത്യസന്ധമായ കാര്യം ആത്മാർത്ഥമായി ഈ വേദിയിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി പുതിയതായി കടന്നു വന്ന രക്ഷിതാക്കളും കുട്ടികളും അവരുടെ ആ ആത്മവിശ്വാസം, അവരുടെ ആ നന്മ വീണ്ടും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവർക്ക് നമുക്ക് നല്ല ഒരു കൈയടി കൊടുക്കാം. അതുപോലെ തന്നെയാണ് ഇവിടെ സ്വാഗത പ്രസംഗിച്ച ഹെഡ്മിസ്ട്രസ് പറഞ്ഞു, ഈ വർഷം 100% വിജയം, അഭിമാനകരമായ വിജയം, ഏറ്റവും കൂടുതൽ A+ മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് വളരെ നല്ല വിജയം ഈ സ്കൂളിൽ കരസ്ഥമാക്കുവാൻ കഴിഞ്ഞു. അതിന് പ്രത്യേകമായി എല്ലാ അധ്യാപകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പിന്നെ കുട്ടികളോട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, ഒട്ടനവധി ആളുകൾ ഉണ്ട്, ഒട്ടനവധി പരിപാടികൾ. ഇവിടെ കുട്ടികളോട് പറയുവാനുള്ളത്, നിങ്ങൾ പുതിയ ഒരു കലാലയത്തിലേക്ക് കടന്നു വരൂ. പുതിയ കുട്ടികളും നിലവിലുള്ള കുട്ടികളും ഈ സ്കൂളിന്റെ അച്ചടക്കം കൃത്യമായി പാലിച്ചുകൊണ്ട്, ഈ സ്കൂളിന്റെ നമുക്കറിയാം ഇവിടെ എല്ലാ ക്ലബ്ബുകളും ഉണ്ട്. ഒരാള് കുരുത്തക്കേട് കാണിച്ചാൽ കൃത്യമായി വീടുകളിൽ എത്തിക്കുവാൻ, വീടുകളിൽ രക്ഷകർത്താക്കളുടെ അടുത്ത് അത് എത്തിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങളിലേക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം, നിങ്ങൾ വരുന്ന വഴിയിൽ, നിങ്ങൾ താമസിക്കുന്ന വീടുകളുടെ പരിസരത്ത്, നിങ്ങൾ ഇവിടെ വന്നാൽ ഇതിന്റെ പരിസരത്ത് എന്ത് കാര്യങ്ങൾ കണ്ടാലും, നമുക്ക് ദോഷമുള്ള എന്ത് കാര്യങ്ങൾ കണ്ടാലും അത് കൃത്യമായി ക്ലാസ് ടീച്ചറോട് ആദ്യമായി പറയുവാൻ തയ്യാറാകണം. ക്ലാസ് ടീച്ചറോട് രഹസ്യമായി പറഞ്ഞാൽ ക്ലാസ് ടീച്ചർ അത് രഹസ്യമായി കൈകാര്യം ചെയ്യും. ആര് പറയുന്നു എന്ന് ഒരു കാരണവശാലും പോകില്ല. അതിന്റെ കാര്യങ്ങളെല്ലാം ബഹുമാന്യനായ അദ്ദേഹം സൂചിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് പുതിയതായി കടന്നു വന്ന എല്ലാ കുട്ടികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വർഷം വളരെ മനോഹരമായി നല്ല രീതിയിൽ ഈ വർഷത്തെ സ്കൂൾ
പ്രവേശനോത്സവം മുതൽ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമുകളിൽ നിന്നും പടിപടിയായി കൂടുതൽ അത് ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം പറയേണ്ടുന്നവരാണ്. ഏത് പ്രോഗ്രാമും ഇന്നലെ തന്നെ 2-3 ദിവസം മുമ്പ് ഞാൻ മനീഷ് സാറിനെ വിളിക്കുമ്പോൾ സാറിന്റെ അച്ഛന് സുഖമില്ലാതെ ആശുപത്രിയിലായി. പക്ഷെ അതിനുശേഷം സാറ് ഇവിടെ കടന്നു വന്ന് ഇതിന്റെ പ്രോഗ്രാമുകൾ ഏത് പ്രോഗ്രാമുകളായാലും ആ പ്രോഗ്രാമുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്രാവശ്യം ഒരു പ്രത്യേക പ്രോഗ്രാം ഈ വർഷത്തെ എല്ലാ പ്രോഗ്രാമുകളും ഇവിടെ കാണിക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ പ്രോഗ്രാമുകളും കൃത്യമായി ഗംഭീരമായി വിജയിപ്പിക്കുവാൻ ഒരു പ്രത്യേകമായ കഴിവ് ശ്രീ മനേഷ് സാറിനുണ്ട്. മനേഷ് സാറിനോടൊപ്പമുള്ള സഹപ്രവർത്തകർ അവരും മിടുക്കന്മാരായ അധ്യാപകർ, ചെറുപ്പക്കാരായ അധ്യാപകർ, അവരുടെ കൂട്ടായ്മയാണ് ഈ സ്കൂളിലെ എല്ലാ പ്രോഗ്രാമിന്റെയും വിജയം. അതിന് ഈ വർഷവും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു അബ്രഹാമിനെ ക്ഷണിക്കുന്നു. അതിനാൽ ഇതിന് സ്വാഗതം ആശംസിച്ച നമ്മുടെ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി അമ്പിളി രാമേന്ദ്രൻ, നമ്മുടെ എഴുകൊണ്ട് പ്രിയപ്പെട്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ വിജയകുമാർ, നമ്മുടെ സ്കൂളിലെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ മാത്യു കെ അലക്സ്, നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് ശ്രീ ത്രിദീപ്, ശ്രീ രാജശേഖരൻ സാർ, ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീ നമ്മുടെ കനകദാസ്, നമ്മുടെ വാർഡ് മെമ്പർ സുഗമ ചേച്ചി, മനേഷ് സാർ, ശ്രീമതി പ്രശോഭ, എൻ്റെ പ്രിയമുള്ള അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയമുള്ള കുട്ടികളെ, രക്ഷകർത്താക്കൾ, ഇത് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം നടക്കുകയാണ്. 2 മാസക്കാലം വെക്കേഷൻ ആയിരുന്നു അല്ലേ? അല്ലേ അല്ലേ ആണ്. 2 മാസം വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ വീണ്ടും സ്കൂളിൽ കഴിഞ്ഞ വർഷം പഠിച്ച ക്ലാസ്സിൽ നിന്ന് പുതിയ ക്ലാസ്സിലേക്കും സ്കൂളിൽ ചേരുന്നവർ പുതിയ ക്ലാസ്സിലേക്കും പുതിയ സ്കൂളിലേക്കും വരുന്ന ഒരു സന്തോഷത്തിന്റെ ദിവസമാണിത്. ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചും വളരെ അവിസ്മരണീയമായ ദിവസമാണ്. എന്താ കാര്യം? പുതിയ ബുക്ക്, പുതിയ പുസ്തകം, പുതിയ ബാഗ് അല്ലേ? ഇങ്ങനെ വളരെ സന്തോഷകരമായി നമ്മൾ സ്കൂളിൽ എത്തിച്ചത്. വെക്കേഷൻ അടിപൊളിയായിരുന്നു എല്ലാവർക്കും ആയിരുന്നോ? അപ്പോ സ്കൂൾ തുറക്കുന്ന എല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റാണോ? സെറ്റാണ്. അപ്പൊ എല്ലാം സെറ്റായിട്ടിരിക്കട്ടെ. സെറ്റാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി അല്ലേ? പോരെ? നന്നായി പഠിക്കണം, നന്നായി കളിക്കണം, നന്നായി പഠിക്കുന്ന കുട്ടികളായി, നന്നായി കളിക്കുന്ന കുട്ടികളായി, നന്നായി സമൂഹത്തിൽ പെരുമാറുന്ന കുട്ടികളായി മാറാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം. അപ്പൊ സ്കൂളിൽ നമ്മൾ എത്തിച്ചേരുന്നത് അച്ചടക്കമുള്ള കുട്ടികളായി, സമൂഹത്തിന് ഉതകുന്ന കുട്ടികളായി, ഒരു വിദ്യാർത്ഥി അല്ലെ കുട്ടിയെ ചിട്ടപ്പെടുത്തിയെടുക്കുന്ന ഒരു സമൂഹത്തിന്റെ പാഠ്യക്രമമാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കെല്ലാം കഴിയട്ടെ. നന്നായി പഠിക്കുന്ന കുട്ടികളാവട്ടെ, നന്നായി ജീവിക്കുന്ന കുട്ടികളാവട്ടെ. അപ്പോൾ ഇവിടുത്തെ അധ്യാപകർക്ക് വരുന്നൊരു വർഷക്കാലം
നന്നായി ഈ സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ ഏറെ ദീർഘിപ്പിച്ച് വർത്തമാനം പറയുന്നത് മറ്റൊന്നുമല്ല, എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ദിവസമാണ്. പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഈ പഞ്ചായത്തിലെ മിക്കവാറും എല്ലാ സ്കൂളുകളിലെയും പ്രവേശന ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയ ദിവസമാണ്. സന്തോഷത്തോടെ പറയാം, അത് നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ലെന്നുള്ളതുകൊണ്ടാണ് എല്ലാവർക്കും ഓടി നിൽക്കാൻ വേണ്ടി ഞാൻ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി 2 സ്കൂൾ കൂടിയുണ്ട്, അവിടെ കുട്ടികളെ കാണാനുണ്ട്. നിങ്ങളെല്ലാം കാണുന്നത് നല്ലൊരു ഊർജ്ജമാണ്. വളരെ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പ്രവേശനോത്സവം 2024-25 വർഷം നന്മയോടതാകട്ടെ. എല്ലാ നന്മകളും നമ്മുടെ സ്കൂളിൽ നിന്ന് നിങ്ങൾ കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടി വ്യക്തിപരമായി എനിക്ക് വേണ്ടി നിങ്ങളോട് ആശംസിച്ചുകൊണ്ട് ഈ സ്കൂളിൽ വരുന്നത് എന്നെ സംബന്ധിച്ചൊരു നല്ല കാര്യമാണ്. എല്ലാ പരിപാടിക്കും ഞാൻ വരുന്ന ആളാണ്. ഈ സ്കൂൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു സ്കൂൾ പോലെ തന്നെയാണ്. എൻ്റെ നാട്ടുപുറത്തെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. ആ സ്ഥലത്ത് ഈ സ്കൂളിൽ വന്ന് ഇപ്രകാരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാം, ഇവിടുത്തെ മാനേജ്മെന്റിനോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ച സന്തോഷമാണ്. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എല്ലാ നന്മയും എല്ലാ ഭാഗങ്ങളും ആശംസിച്ചുകൊണ്ട് ഔപചാരിക ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഞാൻ ഈ വേദിയിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് പോകുകയാണെന്നൊരു കാര്യം കൂടി ഞാൻ അനുവാദത്തോടുകൂടി അറിയിക്കാം. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി അവാർഡ് ദാനമാണ്. അദ്ദേഹം ആദ്യം സംസാരിക്കും, അതിനുശേഷം അവാർഡ് ദാനം. ബഹുമാന്യനായ എഴുകോൺ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ടി വിജയകുമാർ അവരുടെ ക്ഷണിക്കും. AEPM ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ വർഷത്തെ പ്രവേശനോത്സവ ഉദ്ഘാടന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ ശ്രീ മധുലാൽ സാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ എഴുകോൺ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജു എബ്രഹാം സാർ അവർ, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റ് വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കൊച്ചു മക്കളെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, വളരെ ഏതാണ്ട് 100 വർഷത്തോളം പാരമ്പര്യമുള്ള ഈ സ്കൂളിൽ അഭിമാനകരമായ റിസൾട്ട് ഈ വർഷം ഉണ്ടായ ഈ സ്കൂളിൽ PTA പ്രസിഡന്റിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യാതൊരു പ്രശ്നങ്ങളും ഏൽക്കാത്ത വളരെ നല്ല ഈ സ്കൂളിൽ മനോഹരമായ ഒരു അധ്യയന വർഷം 2024-25 മനോഹരമായ ഒരു അധ്യയന വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസം വളരെ അവിസ്മരണീയമാക്കാൻ വേണ്ടി സ്കൂളുകാർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മനോഹര നിമിഷത്തിന് സാക്ഷിയാകാൻ എന്നെ കൂടെ വിളിച്ച, എനിക്കിവിടെ ഒരു അവസരം തന്ന എൻ്റെ ഭാരവാഹികൾക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ശരാശരി കേരളത്തിൻ്റെ ആയുർദൈർഘ്യം 76 വയസ്സാണ്. ഈ 75-76 വർഷക്കാലമുള്ള നമ്മുടെ ജീവിതചര്യയിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമാണ് സ്കൂൾ വിദ്യാഭ്യാസം. നിഷ്കളങ്കമായ ബാല്യത്തിൽ മറ്റൊന്നും ചിന്തയില്ലാതെ, ടെൻഷനില്ലാതെ എല്ലാം അച്ഛനമ്മമാരും അധ്യാപകരും ചെയ്തു തന്നു പഠിക്കുക എന്നുള്ള ഒരു മാത്രം ഉത്തരവാദിത്തത്തോടുകൂടി സ്കൂളിലേക്ക് വരുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ പൊതു മനസ്സിലേക്ക് സന്തോഷം നിറയട്ടെ. അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ, ഇത്രയും രക്ഷകർത്താക്കൾ കുറെ കൂടുതൽ അമ്മമാരിയ്ക്കുന്നത് കൊണ്ട് 1-2 വാക്കുകൾ പറയാതെ പോയാൽ ഒരു പോലീസ് ഓഫീസർ എന്നുള്ളതിലേക്ക് എനിക്ക് ചെറിയ വിഷമം വരും. അതുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചോട്ടെ. നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ഈ ഇരിക്കുന്നത്. കേരളത്തിൻ്റെ ഭാവിയിലെ വലിയ വാഗ്ദാനങ്ങളാണ്. അപ്പൊ ഈ കുട്ടികൾ നാളെ ആരായി തീരണം, എങ്ങനെയായി തീരണം എന്നൊരു ചിന്ത കുട്ടികൾക്കുണ്ടായിരിക്കണം. അതിനേക്കാൾ ഉപരി രക്ഷകർത്താക്കൾക്കുണ്ടായിരിക്കണം, അധ്യാപകർക്കുണ്ടായിരിക്കണം. ഒരാളിന്റെ ജീവിതക്രമം ചിട്ടപ്പെടുത്തുമ്പോൾ നേർവഴിക്ക് നയിക്കേണ്ട ബാധ്യത നമുക്കാണ്. കുട്ടികൾക്കാൾ ഇവർ കൂടുതലും രക്ഷകർത്താക്കൾക്കും ഈ സമൂഹത്തിനുമാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് മൂല്യചിന്തകളെ കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ കൊച്ചു കുരുന്നുകളാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ഡെയിലി പത്രമാധ്യമങ്ങൾ, TV ചാനലുകൾ, ഓൺലൈൻ മാധ്യമങ്ങൾ തുറന്നാൽ കാണുന്നത് വളരെ ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ്. ജനിച്ചു വീഴുന്ന കുട്ടികൾ മുതൽ 70-80 വയസ്സായ സ്ത്രീകൾ വരെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം. സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ വളരെ കൂടിയിരിക്കുന്നു. മദ്യം, മയക്കുമരുന്നിന്റെ ഉപഭോഗം വളരെ കൂടുതലുള്ള ഒരു സമൂഹം. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ ചെറിയൊരു സാധനത്തിന് അഡിക്റ്റായി പോയി ജീവിതം നശിപ്പിക്കുന്ന കുറേ ബാല്യങ്ങൾ.
ഈ 3 കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു രക്ഷകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക്. നമ്മുടെ മക്കൾ പഠിച്ച് വളരെ അവരുടെ ഭാവി കരുപ്പിടിപ്പിച്ച് ഉന്നത നിലവാരത്തിലെത്തണം. നാളെ ഈ രാജ്യത്തെ ഭരണം നിയന്ത്രിക്കുന്ന സിവിൽ സർവീസ് പോലുള്ള ഉന്നത ഉദ്യോഗങ്ങൾ അല്ലെങ്കിൽ ഏത് രംഗത്തായാലും കലാ കായിക മത്സരങ്ങളിലെ ഉന്നത വ്യക്തിത്വങ്ങളായി മാറേണ്ട ഈ കൊച്ചു കുരുന്നുകൾ 15-17 വയസ്സ് പ്രായമുള്ളവരായിരിക്കും ഈ സ്കൂളിലെ പരമാവധി കുട്ടികൾ. അപ്പൊ ഈ ചെറിയ ബാല്യത്തിലെ കരിഞ്ഞു പോകുന്ന ചില സംഭവങ്ങൾ നമ്മുടെ കേരളീയ സമൂഹത്തിലുണ്ട്. ഈ അടുത്ത് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഒരു സർവേയിൽ കേരളത്തിലെ 2200ഓളം സ്കൂളുകൾ മയക്കുമരുന്നിന്റെ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ കേന്ദ്രങ്ങളാണ്. എല്ലാവരും ഒന്നല്ല. ഈ സ്കൂളിൽ ഞാൻ മനസ്സിലാക്കുന്ന 800-900 കുട്ടികൾ ഉണ്ടായിരിക്കാം. എല്ലാവരും നല്ല കുട്ടികളായിരിക്കാം. പക്ഷെ ആരെങ്കിലും അതിലേക്ക് വഴിതെറ്റിപ്പോയാൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത ഈ നമ്മുടെ സമൂഹത്തിനുണ്ട്. ഈ പഴയകാല ലഹരിയല്ല, മദ്യവും കഞ്ചാവും ഒക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ പുതിയ രാസലഹരി എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുള്ളൂ. MDMA എന്ന് പറയും. ഒരു ചെറിയ പഞ്ചസാര വെള്ളപ്പൊടിയാണ്. 1 ഗ്രാമിന് സ്വർണത്തേക്കാൾ വിലയാണ്. 4000 രൂപ കേരള മാർക്കറ്റിൽ വരെയാണ്. അതിന് പൊട്ടുസൂചി കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഭാഗം മൂക്കിൽ വെച്ച് കയറ്റിയാൽ 48 മണിക്കൂർ അതിന്റെ ഊർജ്ജം നിലനിൽക്കും. ബൈക്ക് വേണമെങ്കിൽ 200 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കും. 180 മാക്സിമം. 180 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കും. 24 മണിക്കൂർ നമ്മൾ തുള്ളിക്കളിക്കും. നല്ല ആരോഗ്യമാണ്. എണീക്കാൻ വയ്യാത്ത വെച്ച് പോയി. പക്ഷെ ഇതിന് അഡിക്റ്റായി പോയാൽ ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് പോയാലും പിന്നെ ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വലിയ പ്രയാസമാണ്. അപ്പൊ ഈ MDMA എന്ന് പറയുന്ന സാധനം ഉള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുള്ള പഞ്ചാബിലും ഈ MDMAയുടെ ഉത്പാദിപ്പിക്കുന്ന സ്ഥലം ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരൊന്നുമല്ല, കേരളത്തിലുണ്ട്, നമ്മുടെ എഴുകോണിലുണ്ട്. ആ ഒരു ബോധ്യം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും ഉണ്ടായിരുന്നു. രക്ഷകർത്താക്കളും ഈ അമ്മമാരുടെയും കാര്യം പറയുമ്പോൾ പഴയകാല കുറ്റം പറയുന്നതല്ല, വ്യത്യാസമുണ്ട്. ജനറേഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ സമൂഹത്തെ നമുക്ക് 2 തിരിക്കാം. മൊബൈൽ ഫോണിന് ഉപയോഗം വ്യാപകമായി തുടങ്ങിയ 2000-ന് ശേഷമുള്ള കാലഘട്ടവും അതിന് മുന്നേയുള്ള കാലഘട്ടവും മൊബൈൽ ഫോണൊന്നും ഇല്ലാതിരുന്ന കാലവും ഉണ്ട്. അപ്പൊ ഇപ്പൊ ഈ ഇരിക്കുന്ന കുട്ടികളെല്ലാം നിഷ്കളങ്ക ബാല്യം എന്ന് നമുക്ക് ഒരു അതിശയോക്തിപരമായി പറയാമെങ്കിലും നിഷ്കളങ്കമല്ല. കാരണം പുതിയ ജനറേഷൻ അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമില്ല. നമ്മുടെ ഈ മൊബൈൽ ഫോണിൽ പഴയകാലത്ത് നമ്മുടെ ലൈബ്രറിയും അധ്യാപകരും മാത്രം ആശ്രയിച്ചിരുന്നൊരു കാലം മാറി. ഇപ്പൊ എല്ലാം അറിയാൻ പറ്റും, എന്തും അറിയാൻ പറ്റും. ഗൂഗിൾ ഭഗവാൻ എന്ന് പറഞ്ഞൊരു നെറ്റില്ലാത്ത വീടില്ല, മൊബൈൽ ഫോണില്ലാത്ത വീട് കേരളത്തിലില്ല. അപ്പൊ ഈ കേരളത്തിൽ നെറ്റ് മൊബൈലുള്ള ഒരു ഫോണിലേക്ക് ഗൂഗിളിലെടുത്ത് എന്ത് സെർച്ച് ചെയ്താലും കിട്ടും. ആറ്റം ബോംബ് ഉണ്ടാക്കണ എങ്ങനെയാന്ന് ചോദിച്ചാൽ പോലും കിട്ടും. അപ്പോ ഇത് ഒരു വലിയ കണ്ടുപിടുത്തമാണ് ടെക്നോളജിക്കലി. പക്ഷെ അതുകൊണ്ട് ധാരാളം സമൂഹത്തിൽ നമ്മുടെ കൊച്ചു കുരുന്നുകളെ ബാധിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ രക്ഷകർത്താക്കൾ ഒന്ന് ശ്രദ്ധിക്കണം. പഴയകാലം ഞാൻ പറഞ്ഞ 2 ജനറേഷൻ ഉണ്ട്. പഴയ ജനറേഷൻ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അധ്യാപകർ ഒരു അടി തന്നാൽ, ഒരു ദിവസം എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് അല്ലെങ്കിൽ മാർക്ക് പറഞ്ഞതിന് ഒരു അടി കിട്ടി വീട്ടിൽ വന്നാൽ നമ്മുടെ മുഖം കണ്ട് എൻ്റെ അച്ഛനോ അമ്മയോ, അച്ഛനെ വിടാം, അമ്മ പറയും ഇന്ന് അടി കിട്ടിയല്ലേ. പഴയകാലത്തെ അമ്മമാരെ പുതിയ ഇരിക്കുന്ന അമ്മമാരെ തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം അതാണ്. മക്കളുടെ മുഖം നോക്കി അവരുടെ മനസ്സ് വായിക്കാൻ കഴിയുന്ന ധാരാളം അമ്മമാരെ കണ്ടേക്കാം, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ കഴിയണം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽ എന്റെയും ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന കേരളീയ സമൂഹത്തിൽ കണ്ടുവരാത്തൊരു സാധനം ഈ ന്യൂ ജനറേഷൻ വഴിതെറ്റി പോകാൻ, ഈ ഇരിക്കുന്ന ആരും വഴിതെറ്റി പോകുമെന്നല്ല ഞാൻ പറയുന്നു. ന്യൂ ജനറേഷൻ എന്തെങ്കിലും വഴിതെറ്റലുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മുടെ വീട്ടിലെല്ലാം സംസാരം കുറവാണ്, കമ്മ്യൂണിക്കേഷൻ കുറവാണ്. അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുന്നില്ല, അച്ഛനും മക്കളും തമ്മിൽ സംസാരിക്കുന്നില്ല, അമ്മയും മക്കളും തമ്മിൽ സംസാരിക്കുന്നില്ല. നിങ്ങൾ പുതിയ ബാഗ് മാച്ച് കൊടുത്തു, പുതിയ ഡ്രസ്സ് മാച്ച് കൊടുത്തു, പുതിയ കുട മേടിച്ചു കൊടുത്തു, പുതിയ ബെക്കു മാച്ച് കൊടുത്തു, പ്രവേശനോത്സവത്തെ കൊണ്ട് പങ്കെടുപ്പിച്ചു വിട്ടു. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് വിചാരിക്കരുത്. ഓരോ ദിവസവും നിങ്ങളുടെ മക്കളോട് 15 മിനിറ്റ് സംസാരിക്കുന്ന എത്ര രക്ഷകർത്താക്കൾ ഈ ഇരിക്കുന്നതിലുണ്ട്? ഞാൻ ചോദിക്കുന്നില്ല,
നിങ്ങളുടെ സ്വയം നെഞ്ചം കൈ വെച്ച് ചോദിക്കുക. എൻ്റെ മക്കളോട് സ്കൂളിൽ നിന്ന് വന്നാൽ എല്ലാ ദിവസവും 15 മിനിറ്റ് ഞാൻ സംസാരിക്കും. സംസാരിക്കാത്തവരുണ്ടെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കണം. ഈ മനോഹര നിമിഷത്തിൽ, ഈ പ്രവേശനോത്സവത്തിന്റെ നിമിഷത്തിൽ ഞങ്ങൾ വീട്ടിൽ വൈകുന്നേരം ഒരുമിച്ചിരുന്ന് അച്ഛനും അമ്മയും കുട്ടികളും തമ്മിൽ മിനിമം 15 മിനിറ്റ്, അത് അരമണിക്കൂറായാൽ വളരെ നല്ലത്, ഞങ്ങൾ സംസാരിക്കും. സ്കൂളിലെ കാര്യങ്ങൾ സംസാരിക്കും, പിള്ളേരുടെ ഭാവിയെ പറ്റി സംസാരിക്കാം. ഈ കുട്ടിക്ക് എങ്ങനെ ഇന്ന് പുതിയ ബാഗ് മേടിച്ചു, എല്ലാവരും വലിയ പൈസക്കാരൊന്നും ആയിരിക്കത്തില്ല, കൂലിപ്പണിക്ക് പോകുന്നവർ കാണും, സ്വർണ്ണം പണയം വെച്ച് ബാഗ് മേടിച്ചവർ കാണും. ഈ വേദനകൾ, ഈ കഷ്ടപ്പാടുകൾ നിങ്ങളുടെ കുട്ടികളറിയണം. നിങ്ങളുടെ കുട്ടിക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത് 2000 രൂപ കൊടുത്ത് സ്കൂൾ പ്രവേശനോത്സവത്തിന് കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ ആ കുട്ടിക്ക് എങ്ങനെ അതൊക്കെ ഉണ്ടായി, അതെന്തിനുണ്ടാക്കി കൊടുക്കും? നിങ്ങൾ നാളെ വിചാരിക്കുന്ന കൂലിപ്പണിക്കാരനായ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും വിചാരിക്കുന്ന എവൻ നാളെ വളർന്ന് വലുതായി നല്ല ഒരു ഭാവിയിലെത്തിയിട്ട് ഞങ്ങളെ സംരക്ഷിക്കണം. അങ്ങനെ ഒരു വിശ്വാസം വരണമെങ്കിൽ, അങ്ങനെ സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ നന്നായി വളർത്തണം. ഈ പറയുന്ന സമൂഹത്തിൽ ധാരാളം ന്യൂനതകളുണ്ട്. കേരളീയ സമൂഹത്തിൽ ഒരു വർഷം കേരളീയ സമൂഹത്തിന് പറഞ്ഞാൽ നമുക്ക് ധാരാളം, നമ്മുടെ വിദ്യാഭ്യാസപരമായി വളരെ മുന്നിലാണ്, സാക്ഷരതയിൽ വളരെ മുന്നിലാണ്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യ ഉപഭോഗം നടക്കുന്ന കേരളത്തിലാണ്. ഒരു വർഷം 25,000 കോടി രൂപയുടെ മദ്യം മലയാളികൾ കുടിക്കുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ സാമ്പത്തിക ശാസ്ത്രം നിങ്ങൾ മനസ്സിലാക്കും. ഒരു ശരാശരി കൂലിപ്പണിക്കാരന്റെ വീട്ടിൽ നിന്ന് മാസം 5,000 രൂപ മദ്യപാനത്തിന് ബിവറേജ് കോർപ്പറേഷനിൽ കൊടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല, ഞാൻ ദിനംപ്രതി കാണുന്ന സംഗതികളാണ്. സ്കൂളിൽ 500 രൂപ ഫീസ് അടയ്ക്കാൻ ഇല്ലാത്ത രക്ഷകർത്താവ് മാസം 5,000 രൂപ മദ്യപാനത്തിന് വേണ്ടി ചെലവഴിക്കും. കൂലിപ്പണിക്കാരാണ്, ഒരു ദിവസം 1000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആൾ 200 രൂപയ്ക്ക് മിനിമം മദ്യപിക്കും. മദ്യപിക്കുന്ന ആളാണെങ്കിൽ ഇവിടെ അങ്ങനെ കണ്ടേക്കില്ല, പക്ഷേ ഈ സമൂഹത്തിലുണ്ട്, ഞാൻ ദിനംപ്രതി കാണുന്നതാണ്. ഒരു ദിവസം 200 രൂപയ്ക്ക് മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാസം 6,000, ഒരു വർഷം 72,000, 10 വർഷം 7,20,000 രൂപ. കേരളത്തിലെ ഒരു വർഷത്തെ ബിവറേജ് കോർപ്പറേഷന്റെ വിറ്റുവരവ് 15,000 കോടി, കൂടാതെ 800 പ്രൈവറ്റ് ബാറുകൾ. അതാണ് ഞാൻ പറഞ്ഞ 25,000 കോടി. കേരളത്തിലെ ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖം നമ്മൾ വിഴിഞ്ഞത്ത് നിർമ്മിക്കുകയാണ്. അതിന് ചെലവ് വെറും 7,000 കോടി രൂപ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. മയക്കുമരുന്നിന്റെ വിപണി വേറെ, മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം വേറെ. അപ്പൊ നമ്മുടെ കുട്ടികളെ ഇതൊന്നും ബാധിക്കുന്നില്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുട്ടികളോട് ഒരു ദിവസം സ്കൂളിൽ പോയിട്ട് വന്നാൽ സ്കൂളിൽ പോകുന്ന വിശേഷങ്ങൾ തിരക്കണം, അന്വേഷിക്കണം. അവിടെ എന്തൊക്കെ പഠിപ്പിച്ചു, ആരൊക്കെ കണ്ടു, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്, അധ്യാപകർ ഏതാണ്, നന്നായി പഠിപ്പിക്കുന്ന അധ്യാപകൻ ആരാണ്, സംസാരിക്കാറുണ്ടോ? സംസാരത്തിന്റെ, കമ്മ്യൂണിക്കേഷന്റെ കുറവാണ് നമ്മുടെ ഈ സമൂഹത്തിലെ ചെറിയ ചെറിയ ചില വിഷയങ്ങൾ കാരണം. അത് മാറ്റണം. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ രക്ഷകർത്താക്കളും നിങ്ങളെ കുട്ടികളെ ഭയങ്കരമായി സ്നേഹിക്കണം. ഇന്ന് സ്കൂളിലേക്ക് വന്നപ്പോ എത്ര കുട്ടികൾ നിങ്ങളുടെ അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ചൊരു ചുംബനം തന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കൊടുക്കണം, കുട്ടികൾക്ക് സ്നേഹം കൊടുക്കണം നിങ്ങൾ. പക്ഷെ അതിനൊരു അളവ് പോലെ നിശ്ചയിക്കണം. നിങ്ങളെ വീട്ടിൽ നിന്ന് കെട്ടിപ്പിടിച്ചൊരു ചുംബനം കിട്ടാത്ത കുട്ടി, ചിലപ്പോ ആ സ്നേഹം കിട്ടാത്ത കുട്ടി, ചിലപ്പോ ഇവിടെ സ്കൂളിലേക്ക് വരുമ്പോ വഴിയരിയിൽ നടന്നു വരുമ്പോ ബൈക്കിലിരിക്കുന്ന ഒരു ചേട്ടൻ മോളെ എന്ന് വിളിച്ചാൽ ചിലപ്പോൾ വീണ് പോകും. കൊടുക്കുന്നവരാകരുത് രക്ഷകർത്താക്കൾ. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ കൂടെ കുട്ടികൾ അറിയണം. അപ്പൊ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക, നല്ല കുട്ടികളായി അവർക്ക് നല്ല സ്വപ്നങ്ങൾ കൊടുക്കണം. നാളെ എന്താകണം? ഇന്ന് ഇവിടെ ഇപ്പൊ 106 കുട്ടികൾ പരീക്ഷ എഴുതി, അതിലേറെ പേർക്ക് A+ കിട്ടി. അപ്പൊ പുതുതായി ഇന്ന് 10ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികളുടെ മനസ്സിലൊരു ലക്ഷ്യം വേണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന റിസൾട്ടാണ് SSLC റിസൾട്ട്. അപ്പൊ അടുത്ത SSLC പരീക്ഷയ്ക്ക് എനിക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടണം. ആ ഒരു ലക്ഷ്യം മനസ്സിൽ കൊടുക്കുക. പോരാ 10ാം ക്ലാസ്സിൽ A+ കിട്ടുന്നത് മാത്രമായോ? ഒന്നുമായില്ല, അതൊരു അടിസ്ഥാനമാകണം. ഒരു വലിയ സ്വപ്നങ്ങൾ കൊടുക്കണം. നമ്മുടെ സിവിൽ സർവീസ്, IAS, IPS, അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗങ്ങളോ, അല്ലെങ്കിൽ ഉന്നത ടെക്നോക്രാറ്റുകളോ, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരോ ഒക്കെ നാളെ ആകാനുള്ള വലിയ ഫുട്ബോൾ കളിക്കാരോ, ക്രിക്കറ്റ് കളിക്കാരോ, എന്താണ് കുട്ടിയുടെ ടേസ്റ്റ്? വലിയ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകാനുള്ള ഒരു സ്വപ്നങ്ങൾ അവരുടെ മനസ്സിലേക്ക് കൊടുക്കണം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവർക്ക് കഠിന പരിശ്രമം നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അവരുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കുട്ടികളോടായി 2 വാക്ക്. നിങ്ങളുടെ രക്ഷകർത്താക്കൾ ഇല്ലായ്മയിൽ നിന്നും ഉള്ളായ്മയിൽ നിന്നും എല്ലാം ഉണ്ടാക്കി നിങ്ങളെ ഈ സ്കൂളിലേക്ക് അയക്കുന്നത് വലിയൊരു സ്വപ്നം മനസ്സിൽ കണ്ടാണ്. അപ്പൊ നിങ്ങൾ സമൂഹത്തിന് നന്മയുള്ളവരായി വളരണം.
ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള സംസ്ഥാനമാണ് നമ്മുടേത്. അങ്ങനെ വരാതെ മുതിർന്നവരെ സംരക്ഷിക്കുന്ന, നിയമം അനുസരിക്കുന്ന നല്ല ഭാവി പൗരന്മാരെ വളരാൻ ഉന്നതമായ സ്വപ്നങ്ങൾ മനസ്സിൽ കണ്ട് നമ്മുടെ ഏറ്റവും ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ ജനകീയനായ പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ കുട്ടികളോട് സംവദിക്കുമ്പോൾ എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾ സ്വപ്നം കാണാൻ പഠിക്കണം. സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, നാളെ എന്താണെന്നുള്ളൊരു സ്വപ്നം കാണുക, അതിലേക്ക് എത്തിപ്പെടാനുള്ള കഠിനാധ്വാനത്തിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കട്ടെ. നാളെ 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങളൊക്കെ വലിയ വലിയ സ്ഥാനത്തിരുന്ന് വേദിയിൽ നിന്ന് ഈ സ്കൂളിനെ അഭിസംബോധന ചെയ്യാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു വിദ്യാഭ്യാസ വർഷം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അത് ക്ഷണിക്കുന്നതിന് വേണ്ടി അധ്യാപകരെ ക്ഷണിക്കും. നമ്മുടെ സ്കൂളിലേക്ക് പ്രവേശനം നേടിയിരിക്കുന്ന 5ാം ക്ലാസ്സിലെ കുട്ടികളെ ഓരോരുത്തരായി നമ്മളെ സ്വാഗതം ചെയ്ത് വിളിക്കുകയാണ്. അവർ പേര് വിളിക്കുന്ന മുറയ്ക്ക് ഈ വേദിയിലേക്ക് കയറി വരണമെന്ന് അറിയിക്കുന്നു. 5ാം സ്റ്റാൻഡേർഡിൽ എബി മോഹൻ. ഈ പേര് വിളിക്കുന്നവർ വേദിയിലേക്ക് കയറി വരേണ്ടതാണ്. എബി മോഹൻ, അക്ഷയ് സുഭാഷ്, വിനായക് എ, പാർവതി സുനിൽ ആർ, അഭിനവ് കൃഷ്ണൻ MU, അമേയ കൃഷ്ണൻ, ആരതി കൃഷ്ണൻ, നിവേദ്യ S, എബി മോഹൻ, അക്ഷയ് സുഭാഷ്, വിനായക് എ, പാർവതി സുനിൽ, അഭിനവ് കൃഷ്ണൻ, അമേയ കൃഷ്ണൻ, ആരാധ്യ കൃഷ്ണൻ, നിവേദ്യ. ജാനകി പി, ഗൗതം SG, ഇവരെ ഈ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും നിറഞ്ഞ കൈയടികൾ അവർക്ക് നൽകേണ്ടതാണ്. ജുവാൻ ജോസ്, ഗൗതം SG, അഭിരാമി R, ഊർജലക്ഷ്മി, അഭിനയ, ശിവാനി, കൃഷ്ണപ്രിയ, അനുശ്രീ, നന്ദകുമാർ, ജുവാൻ ജോസ്. അനഘ വിനീത്, ശബരിനാഥ്, കൈലാസ് ഷാജി, അലോണ ഗ്രേസ് പ്രി. എല്ലാവരും നിറഞ്ഞ കൈകൾ നൽകേണ്ടതാണ്.
KB മിഥുന, ആദിത്യ S, അഭിനവ് അനിൽകുമാർ, ആർദ്ര VS, അനന്യ S, അഭിരാമി O, ഉണർ UM, ആതിര S, ഡാനിയൽ റിജോയ്സ് ബൈജു. മിഥുന, ആദിത്യ, അഭിനവ് അനിൽകുമാർ, ആർദ്ര, അനന്യ, ഉണർ, അഭിരാമി, ആതിര, ഡാനിയൽ റിജോയ്സ് ബൈജു. ഇവർ ഈ വേദിയിലേക്ക് അഞ്ചാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ ആരുടെയെങ്കിലും പേര് വിളിക്കാൻ ഉണ്ടെങ്കിൽ അവർ സ്റ്റേജിലേക്ക് എത്തേണ്ടതാണ്. 5ലേക്ക് പ്രവേശനം നേടിയ ഏതെങ്കിലും കുട്ടികളുടെ പേര്: മണികണ്ഠൻ, അർപ്പിതൻ, ആൻസി റോയ്, ക്രിസ്റ്റീന PJ, അഭിനന്ദ് ഹരി. അദ്വൈത്, മണികണ്ഠൻ, അർപ്പിതൻ, ആൻസി റോയ്, ക്രിസ്റ്റീന, അഭിനന്ദ്. ആർദ്ര BR, അഭിനവ് BR, അജിത് കുമാർ V, അനാമിക U, നന്ദിനി S, ആദിദേവ് S, ആർദ്ര BR, അഭിനവ് BR. നിറഞ്ഞ കൈയടിയോടെ ഇവരെ ഈ സ്കൂളിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ആറാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത ഏതെങ്കിലും കുട്ടികൾ പേര് വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ഈ സ്റ്റേജിലേക്ക് എത്തേണ്ടതാണ്. 7ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികൾ: അഭിജിത്ത് വിനീത്, സാരംഗ് S നാഥ്, ആവണി വിനിൽ, ശിവാനി V, രോഹിണി. അഭിജിത്ത് വിനീത്, സാരംഗ് S നാഥ്, അവനി വിനിൽ, ശിവാനി V, രോഹിണി. നിറഞ്ഞ കൈകളോടെ ഇവരെ സ്വാഗതം ചെയ്യുകയാണ്. അഭിമന്യു L, പ്രണവ് BS, ആകാശ് സതീശൻ, ജേഷ്ണവ് R, സ്കന്ദൻ DS, ആരോമൻ S, ആദിത്യൻ S, സ്നേഹ S, അനാമിക A, അശ്വിൻ രാജ്, ജോബൻ K, ജസ്റ്റിൻ. വൈഷ്ണവ്, അഭിമന്യു, പ്രണവ്, ആകാശ്, രേഷ്ണവ്, സ്കന്ദൻ, ആരോമൻ, ആദിത്യൻ, സ്നേഹ, അനാമിക, അശ്വിൻ രാജ്, ജോബൻ.
സ്നേഹ, അനാമിക, തേജസ്, സിദ്ധാർത്ഥ്, രഞ്ജന, അഭിജിത്ത്, അനന്തകൃഷ്ണൻ, ആർദ്ര ബിജു, നീരജ് ബിആർ, ഏഞ്ചൽ ബിജു. മാളവിക മനോജ്, അമൃത ജയകുമാർ, രോഹിത് ആർ, ആരിഷ് എസ് പി, ആനന്ദ് ശേഖർ സി, മിൽഷ സുരേഷ്, നിയുക്ത എസ്, അദ്വൈത് ആർ, അതുൽ കുമാർ എം എസ്, ലക്ഷ്മി ജെ. അമൃത ബി, ആര്യലക്ഷ്മി ആർ, സ്കന്ദൻ എസ് പിള്ളൈ, ഉമാദേവി എം, സുകന്യ ജെ, ധനശ്രീ സന്തോഷ്. എട്ടാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ ഏതെങ്കിലും കുട്ടികളുടെ പേര് വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ വേദിയിലേക്ക് എത്തേണ്ടതാണ്. പ്രവേശനം നേടിയ 5, 6, 7, 8 ക്ലാസ്സുകളിലേക്ക് പ്രവേശനം നേടിയ ഏതെങ്കിലും കുട്ടികൾ പേര് വിളിക്കാൻ. 5ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ റിലേ മത്സരത്തിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച് സ്കൂളിനും കൊല്ലം ജില്ലയ്ക്കും അഭിമാനമായ കൊല്ലത്തിന്റെ വേഗരാജാവ് ശ്രീനന്ദ് ബിക്ക് ആദരവ് നൽകുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീനന്ദിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൊല്ലത്ത് വെച്ച് നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃതം പ്രശ്നോത്തര മത്സരത്തിൽ 2ാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കി സ്കൂളിനും നാടിനും അഭിമാനമായ അതിഥി എസിന് ആദരവ്. അതിഥി എസിന് വേണ്ടി അതിഥിയുടെ പിതാവ് ശ്രീ അയ്യപ്പപിള്ള സാർ അവാർഡ് ഏറ്റുവാങ്ങുന്നതാണ്. എറണാകുളത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസ് മത്സരത്തിൽ തായ്ക്കൊണ്ട മത്സരത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളിന്റെ അഭിമാന താരം ആരോൺ ജെയ്ക്ക് ആദരവ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിനാൽ ആരോൺ ജെയെ ക്ഷണിച്ചുകൊള്ളുന്നു.
കേരള സർവകലാശാലയിൽ നിന്നും MA പൊളിറ്റിക്കൽ സയൻസിൽ 2ാം റാങ്ക് നേടിയ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി, അതുപോലെ തന്നെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആക്റ്റീവായി പ്രകടനം കാഴ്ചവെക്കുകയും സ്കൂളിലെ മുഴുവൻ A+കളും നേടിത്തരികയും ചെയ്ത വിദ്യാർത്ഥിനി മേഘ ജെ നായർക്ക് സ്കൂളിന്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി മേഘയെ ക്ഷണിച്ചുകൊള്ളുന്നു. ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 100 മീറ്റർ, 200 മീറ്റർ, 4x100 മീറ്റർ റിലേ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് സ്കൂളിന്റെ അഭിമാന താരമായ ശ്രീനന്ദ് ബിക്ക് സ്കൂളിലെ കായിക അധ്യാപകനായ ശ്രീ വി മനേഷ് സാറിന്റെ വക ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീനന്ദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ തായ്ക്കൊണ്ടേ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് സ്കൂളിന്റെ അഭിമാന താരമായ ആരോൺ ജെയ്ക്ക് സ്കൂളിലെ കായിക അധ്യാപകനായ ശ്രീ വി മനേഷ് സാറിന്റെ വക ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ആരോണിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. കൊല്ലം റവന്യൂ ജില്ലാ കായികമേളയിൽ ലോങ് ജംപ് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പുണ്യക്കുള്ള ആദരവാണ്. പുണ്യെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൊല്ലം ജില്ലാ കായികമേളയിൽ 110 മീറ്റർ ഹാർഡിൽസ് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശ്രീനന്ദയ്ക്കുള്ള ആദരവാണ്. കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ സംസ്കൃത പ്രഭാഷണം, ചമ്പു പ്രഭാഷണം എന്നീ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വൈഷ്ണവി എ ഈ വേദിയിലേക്ക് ആദരവേറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മലയാളം ഉപന്യാസ രചനാ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശ്രീലക്ഷ്മി SS-നുള്ള ആദരവാണ് അടുത്തതായി. ശ്രീലക്ഷ്മിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം സംസ്കൃത പാഠത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജയലക്ഷ്മി BS-നെ ആദരവേറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. 2023-24 കൊല്ലം റവന്യൂ ജില്ലാ ശാസ്ത്രമേളയിൽ ഹൈസ്കൂൾ വിഭാഗം സ്റ്റിൽ മോഡലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശബരി രാജേഷിനുള്ള ആദരവാണ് അടുത്തതായി. 2023-24 കൊല്ലം റവന്യൂ ജില്ലാ ശാസ്ത്രമേളയിൽ ഹൈസ്കൂൾ വിഭാഗം സ്റ്റിൽ മോഡലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആര്യൻ OT. 2023-24 വിദ്യാരംഗം കലാസാഹിത്യവേദി കൊല്ലം റവന്യൂ ജില്ലാ ചിത്രരചനാ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സാത്വിക S-നുള്ള ആദരവാണ് അടുത്തതായി. നമ്മുടെ സ്കൂളിലെ എല്ലാ സ്റ്റാഫുകളും ഇപ്പോൾ ഈ വേദിയിലേക്ക് എത്തേണ്ടതാണ്. നമ്മുടെ സ്കൂളിലെ എല്ലാ സ്റ്റാഫുകളും ഈ വേദിയിലേക്ക് ഇപ്പോൾ എത്തേണ്ടതാണ്. 2023-24 വിദ്യാരംഗം കലാസാഹിത്യവേദി കൊല്ലം റവന്യൂ ജില്ലാ കഥാരചനാ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നിധുന ഉദയ്. എല്ലാ അധ്യാപകരും ഓഫീസ് സ്റ്റാഫുകളും എല്ലാം ഇപ്പോൾ ഈ വേദിയിലേക്ക് എത്തേണ്ടതാണ്. കൊല്ലം റവന്യൂ ജില്ലാ സ്കൂൾ ഗെയിംസിൽ തായ്ക്കൊണ്ടേ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഹൃദേശ് പി നായർ ആദരവാണ്. ഹൃദേശ് പി നായർ.
2023-24 ഇൻക്ലൂസീവ് കായികമേളയിൽ ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ജില്ലാ ടീമിൽ ഇടം നേടിയ വി നന്ദുക്കുട്ടൻ 2023-24 കൊല്ലം റവന്യൂ ജില്ലാ ശാസ്ത്രമേള ഹൈസ്കൂൾ ഭാഗം സോഷ്യൽ സയൻസ് ലോക്കൽ ഹിസ്റ്ററി രചനയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പുണ്യ ജയ്ക്കുള്ള ആദരവാണ് അടുത്തതായി. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി സ്കൂളിന്റെ മിന്നും താരങ്ങളായ കുട്ടികൾക്കുള്ള അവാർഡാണ് അടുത്തതായി. വിദ്യാരംഗം കലാസാഹിത്യവേദി കൊല്ലം റവന്യൂ ജില്ലാ കഥാരചന മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നിതിന ഉദയെ ആദരിക്കുന്നു. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾക്കുള്ള ആദരവാണ്. ആ കുട്ടികൾ സ്റ്റേജിന് മുന്നിലേക്ക് വന്ന് നിൽക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ 9A+, 8A+ നേടിയ കുട്ടികളും സ്റ്റേജിന് മുന്നിലേക്ക് തന്നെ വന്ന് നിൽക്കേണ്ടതാണ്. മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾ ആവണി DS, പ്രാർത്ഥന അനിൽ, സാന്ദ്ര ഗോപൻ. ആവണി DS, പ്രാർത്ഥന അനിൽ. പ്രാർത്ഥന അനിൽ, സാന്ദ്ര ഗോപൻ. പുണ്യ നായർ. പുണ്യ നായർ, അമൃത S, കബനി S ഒരു സ്റ്റേജ് മുന്നിലേക്ക് വന്നിരിക്കേണ്ടതാണ്. പുണ്യ നായർ, അമൃത S, അമൃത S, കബനി S ദേവ്. അഭിരാമി എന്നെ. അഭിരാമി, മാളവിക, വിഭൻസിക, സൂര്യമോഹൻ, അക്ഷര ഷാജി ഇവർ വേദിയിലേക്ക് വന്നിരിക്കേണ്ടതാണ്. അഭിരാമി എന്നെ. മാളവിക SN, വിഭൻസിക വിജയ്. സൂര്യ മോഹൻ. സൂര്യ മോഹൻ. അക്ഷര ഷാജി. സൂര്യ മോഹൻ. അക്ഷര ഷാജി. ജയലക്ഷ്മി PS, ആർദ്രയ, ശ്രീലക്ഷ്മി SS, അൻസ എന്നിവർ വേദിയിലേക്ക് എത്തേണ്ടതാണ്. ജയലക്ഷ്മി BS, ആർദ്ര AR. ജയലക്ഷ്മി BS, ആർദ്ര AR. ലിപിയ ബിജു. ലിപിയ ബിജു. ശ്രീലക്ഷ്മി SS, അൻസ AS, അൻസ AS. ശ്രീലക്ഷ്മി SS, അൻസ AS. ആദിത്യ മോഹൻ, സ്നേഹ, അതിഥി, വർഷ, ഐശ്വര്യ, ദേവിക, ശ്രീലക്ഷ്മി, സന്മയ് എന്നിവർ വേദിയിലേക്ക് നിൽക്കേണ്ടതാണ്. ആദിത്യ മോഹൻ.
ആദിത്യ മോഹൻ. ആദിത്യ മോഹൻ. സ്നേഹ എസ്. സ്നേഹ എസ്. അതിഥി എസ്. അതിഥി എസ്. വർഷ ബി. വർഷ ബി. ഐശ്വര്യ എ. ദേവിക ജയകുമാർ. ദേവിക ജയകുമാർ. ശ്രീലക്ഷ്മി ജയ. ശ്രീലക്ഷ്മി ജയ. സന്മയ് എസ്. സന്മയ് എസ്. ഗൗതം മനോഭദ്രൻ. ശ്രീനന്ദ് അഭിനവ്. ഹരിനാരായൺ. കൃഷ്ണജിത്ത്. ശ്രീജിത്ത്. ശ്രീഹരി. അഭിനന്ദ്. അഭിഷേക് ഇവർ വേദിയുടെ മുന്നിലേക്ക് നിൽക്കേണ്ടതാണ്. ഗൗതം കൃഷ്ണ എ. മനോ ഭക്തൻ ബി എൻ. ഭക്തമോഹൻ കയറി വരണം. ഭക്തമോഹൻ ഈ വേദിയിലേക്ക് കയറി വരിക. ശ്രീനന്ദ് ബി. അഭിനവ് ബി. എല്ലാവരും നല്ല രീതിയിൽ ക്ലാപ്പ് ചെയ്യാൻ. നമ്മുടെ അവാർഡ് കാരണം കഴിഞ്ഞ ഉടൻ തന്നെ എല്ലാവരും ലഘുഭക്ഷണം കയ്യിലേക്ക് എത്തുകയാണ്. നല്ല ശക്തമായി ചെയ്യുന്നത് മനോഭക്തി ബി എൻ. അച്ഛന്റെ കയ്യിലാണ് മകൻ അവാർഡ് ഏറ്റുവാങ്ങുന്നത്. നല്ല കൈയിലോട്ടെ. ഹരിനാരായണൻ എ. ഹരിനാരായണൻ എ. കൃഷ്ണജിത്ത് ജയ. കൃഷ്ണജിത്ത് ജയ. ശ്രീജിത്ത് ജെ. ശ്രീഹരി എസ്. ശ്രീകുമാർ സാർ വേദിയിലേക്ക് കയറി വരുന്നതാണ്. ശ്രീകുമാർ സാർ വേദിയിലേക്ക് കയറി വരുന്നതാണ്. അഭിനന്ദ് എ എം. അഭിനന്ദ് എ എം. അഭിഷേക് പി എസ്. അഭിഷേക് പി എസ്. അഭിഷേക് പി എസ്. അടുത്തതായി 9+ നേടിയ കുട്ടികൾക്കുള്ള അവാർഡാണ് പോർഷെ എസ്. പോർഷെ. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. ശ്രീശിവൻ എന്നിവർ ഈ വേദിയിലേക്ക് നിൽക്കേണ്ടതാണ്. പോർഷെ എസ്. പോർഷെ എസ്. ശ്രീലക്ഷ്മി എ. ശ്രീലക്ഷ്മി എ. ശ്രീലക്ഷ്മി എ. വീണ്ടും ശ്രീലക്ഷ്മി എ. ശ്രീശിവൻ ബി. ശ്രീശിവൻ ബി.
8+ നേടിയ കുട്ടികൾക്കുള്ള അവാർഡാണ്. ശ്രീനന്ദ എസ്, ആദിത്യ ബി രാജ്, ആദിത്യ, അർച്ചന, നവനീത്, സിദ്ധിവിനായകൻ, യാദവ്, നീരജ് പ്രിയ എന്നിവർ ഈ വേദിയിലേക്ക് നിൽക്കേണ്ടതാണ്. ആദിത്യ ബി രാജ്, അർച്ചന എം, അർച്ചന എം, നവനീത് എസ് പിള്ളൈ, സിദ്ധിവിനായക്, യാദവ് ആർ പിള്ളൈ, സിദ്ധിവിനായക്, യാദവ് ആർ പിള്ളൈ, യാദവ് ആർ പിള്ളൈ, നീരജ് ബി രാജ്, നീരജ് ബി രാജ്, അടുത്തതായി 2023-24 എറണാകുളത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസ് മത്സരത്തിൽ തായ്ക്കൊണ്ട മത്സരത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളിന്റെ അഭിമാനതാരം ആരോൺ ജയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നതിനായി ആരോണിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അറുപത്തിയഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 100 മീറ്റർ, 200 മീറ്റർ, 4x100 റിലേ മത്സരങ്ങളിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ശ്രീനന്ദിന് അത്ലറ്റിക്സ് ജൂനിയർ ബോയ്സ് അണ്ടർ-17 കാറ്റഗറിയിൽ സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. ശ്രീനന്ദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രക്ഷിതാക്കളുടെ അകമഴിഞ്ഞ സഹകരണം ഒന്നുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള പ്രതിഭകളെ നമ്മുടെ സ്കൂളിലേക്ക് ഇനിയും കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. എല്ലാ രക്ഷിതാക്കളും എല്ലാവരുടെയും സഹകരണം ഇങ്ങനെയുള്ള കാര്യത്തിൽ ഉണ്ടാവണമെന്ന് അറിയിക്കുന്നു. എല്ലാ രക്ഷിതാക്കളും വേദിയിലേക്ക് കയറിയിരിക്കേണ്ടതാണ്. എല്ലാ രക്ഷിതാക്കളും കുട്ടികളും വേദിയിലേക്ക് കസേരകളിൽ കയറിയിരിക്കേണ്ടതാണ്. അവാർഡ് ദാനം ഇവിടെ അവസാനിക്കുന്നു. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ PTA വൈസ് പ്രസിഡന്റ്, മുൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ ത്രിദീപ് അവരുടെ ക്ഷണിക്കുന്നു. ഈ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ അധ്യക്ഷൻ ബഹുമാനായ PTA പ്രസിഡന്റ് ശ്രീ കെ മധുരാൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച ഹോസ്പിറ്റൽസ് ശ്രീമതി അമ്പിളി രാമചന്ദ്രൻ സാർ, ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എബ്രഹാം, അവാർഡാനം നൽകി ഈ ലഹരി യുക്തമായിട്ടുള്ള നല്ല ഒരു ക്ലാസ് നടത്തിയിട്ടുള്ള
ബഹുമാന്യനായ എഴുകോൺ SHO ശ്രീ T. വിജയകുമാർ സാർ, MPTയുടെ പ്രസിഡന്റ് ശ്രീമതി പ്രശോഭ S. കനകദാസ്, സ്കൂൾ പ്രിൻസിപ്പൽ ബഹുമാന്യനായ ഏറെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ശ്രീ മാത്യു K. അലക്സ് സാർ, വാർഡ് മെമ്പർ ശ്രീമതി സുധർമ്മ ദേവി, റിട്ടയർഡ് അധ്യാപകൻ കൂടിയായിട്ടുള്ള ബഹുമാന്യനായ ശ്രീ G. രാജശേഖരൻ നായർ സാർ, സ്റ്റാഫ് സെക്രട്ടറി മനേഷ് സാർ, പ്രിയപ്പെട്ട അധ്യാപകരെ, ഏറെ പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, ഇനിയൊരു സുദീർഘമായ സ്കൂൾ പ്രവേശനോത്സവ പ്രസംഗം ഇതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏറെ പുഷ്ടമായി ഇവിടുന്ന് തന്നിട്ടുള്ള നോട്ടീസ് അടക്കമുള്ളത് വെച്ച് നിങ്ങൾ വീശിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. എങ്കിലും സമയങ്ങൾ ഏറെ വൈകിപ്പോയി. അതുകൊണ്ട് സുദീർഘമായ ഒരു പ്രസംഗത്തിൽ ഞാൻ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് ശേഷവും ബഹുമാനിതരായിട്ടുള്ള ഇവിടുത്തെ അധ്യാപകരായിട്ടുള്ള ആളുകൾ ഒരാൾ പ്രസംഗിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ സ്കൂൾ കവാടത്തിലേക്ക് കടന്നു വന്ന പുതിയ വിദ്യാർത്ഥിനികളെ PTA വേണ്ടി ഞാൻ ആദ്യമായി അവരെ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഈ സ്കൂളിൽ SSLCക്ക് 100% വിജയം കരസ്ഥമാക്കിയ, അവരെ പാടുപെട്ട് പഠിച്ച് വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ച് കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികൾ അഹോരാത്രം പഠിച്ച് നല്ല വിജയശതമാനം. ഈ കുട്ടികൾ ഇവിടെ ഇരിക്കണം, അല്ലെങ്കിൽ പുറത്തോട്ടിറങ്ങരുത്. കുട്ടികൾ ആരും പോകരുത്. ക്ലാസ് ടീച്ചർമാർ ശ്രദ്ധിക്കണം. കുട്ടികൾ ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കണം, പുറത്തോട്ടിറങ്ങുന്ന കുട്ടികൾ. അതാത് ക്ലാസ് ടീച്ചർമാർ ക്ലാസ്സുകളിൽ കുട്ടികളുടെ പേര് വിളിക്കും. അതുകൊണ്ട് കൃത്യമായി അതാത് ക്ലാസ്സുകളിൽ എത്തണം. ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പുറത്ത് ഇറങ്ങരുത്, ഇവിടെ തന്നെ ഇരിക്കുക. ഉടൻ തന്നെ പ്രോഗ്രാം അവസാനിക്കും. 100% വിജയം കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾ, അവരെയും അതിനുവേണ്ടി അഹോരാത്രം പ്രയോഗിച്ച ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരായിട്ടുള്ള ആളുകളെയും സാറുമാരെ എല്ലാം ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ MPTയുടെ പ്രസിഡന്റ് ശ്രീമതി പ്രശോഭ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അതിനുമേറെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികളെ സംബന്ധിക്കുന്ന സമകാലിക പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതിനനുസരിച്ചുള്ള ഒരു കരുതലും ശ്രദ്ധയും എല്ലാ മാതാപിതാക്കളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്ന് ഈ ഒരവസരത്തിൽ ഞാൻ ഓർമ്മിച്ചുകൊള്ളട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഇതിനു മുന്നേ സംസാരിച്ച മഹത്വത്തിൽ നൽകി കഴിഞ്ഞു. അതുകൊണ്ടൊരു ദീർഘ പ്രസംഗത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഏറെ പ്രതീക്ഷകളോടും കൗതുകത്തോടും സന്തോഷത്തോടും ഈ സ്കൂളിലേക്ക് കടന്നു വന്ന എല്ലാ പുതിയ കുഞ്ഞുങ്ങൾക്കും, വേനലവധിക്കാലം കഴിഞ്ഞു വന്ന പഴയ കൂട്ടുകാർക്കും, SSLCയിൽ ഉന്നത വിജയം കൈവരിച്ച എല്ലാ മക്കൾക്കും ഈ പ്രവേശനോത്സവ വേളയിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ ഈ വാർഡിന്റെ മെമ്പർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി സുധർമ്മ ദേവി അവരുടെ
വരുന്ന 25 വർഷത്തെ പ്രവേശനോത്സവമാണ് നടക്കുന്നത്. അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കൾമാർക്കും എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ പ്രവേശനോത്സവത്തിന് എല്ലാവിധ ആശംസകളും കൊണ്ട് ഞാൻ ശ്രീ ബിജു ഇബ്രഹാം മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി ശ്രീ ആർ ദീപക് അവർ അവാർഡ് ദാനം നിർവഹിച്ച എഴുകോൺ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ ടി വിജയകുമാർ സാർ, ആശംസ അർപ്പിച്ച മുൻ കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ സ്കൂൾ PTA വൈസ് പ്രസിഡന്റുമായ ശ്രീ ത്രിദീപ് ജി, MPTA പ്രസിഡന്റ് ശ്രീമതി പ്രശോഭ എസ്, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ എസ് കനകദാസ്, സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ മല്ലിക സാർ, നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി സുധർമ്മ ദേവി, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ പി മരേഷ് സാർ, പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളെ, വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, മറ്റ് അഭ്യുദയകാംക്ഷികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ സ്കൂൾ പ്രവേശനോത്സവം വളരെ ആഘോഷപൂർവ്വം ഇന്ന് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെമ്പാടും വളരെ ആഘോഷപൂർവ്വം വളരെ ആഘാടപൂർവ്വം ഇത്തരത്തിൽ പ്രവേശനോത്സവ പരിപാടികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഈ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്ന തരത്തിൽ നമ്മുടെ സ്കൂളും ഒപ്പം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലും സുസജ്ജമായിരിക്കും. 40 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ കേരളമെമ്പാടും നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായും അവരിൽ ഉൾപ്പെടുന്നവരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് അനന്ത സാധ്യതകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. നിങ്ങൾക്ക് അസാധ്യമായ ഒന്നുമില്ല. ഇവിടുന്ന് അതിനുവേണ്ട എല്ലാ ഗൈഡൻസും നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന, നിങ്ങൾ മോഹിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന ആ പദവിയിലേക്ക്, ആ നിലയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്ന തരത്തിൽ ആവശ്യമായ മാർഗനിർദ്ദേശം തീർച്ചയായും ഉറപ്പായും ഇവിടെ നിന്ന് ലഭിക്കും. അപ്പൊ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു നിലവാരത്തിലേക്ക്, ആ ഒരു പദവിയിലേക്ക് എത്താൻ തീർച്ചയായും നിങ്ങൾക്ക് കഴിയും. അപ്പൊ ആഗ്രഹം എന്തോ ആകട്ടെ, ഡോക്ടറാവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, കോളേജ് അധ്യാപകനാകട്ടെ, സയന്റിസ്റ്റ് ആകട്ടെ, അഡ്വക്കേറ്റ് ആകട്ടെ, അധ്യാപകരാകട്ടെ, ഇനി പോലീസ് ഓഫീസർമാരാകട്ടെ, ഇനി സിവിൽ സർവീസ് IAS IPS പോലെയുള്ള പദവികളാകട്ടെ, ഏതായാലും നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, നിങ്ങൾ പ്രയത്നിക്കുകയാണെങ്കിൽ, പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ എത്താൻ കഴിയും. അപ്പൊ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, കഠിനാധ്വാനവും വേണം. അപ്പൊ ആ ഒരു പ്രയത്നത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നിലവാരത്തിലേക്ക്, ഞാൻ ഈ പറഞ്ഞ തരത്തിലേക്ക്, ഡോക്ടർ എഞ്ചിനീയർ മാത്രമല്ല, മറ്റ് അനന്ത സാധ്യതകൾ IT മേഖലയിൽ ഉൾപ്പെടാൻ നിരവധിയായ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. തീർച്ചയായും നിങ്ങൾക്കൊക്കെ ഇവിടെ ഹയർ സെക്കൻഡറി പഠനം കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഇവിടെ ലഭിക്കും. അത്തരത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നേരെ ഈ പറയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക്, ഉന്നത വിദ്യാഭ്യാസത്തിനായി പ്രവേശിക്കാം. നിങ്ങൾക്ക് നേരെ മെഡിസിൻ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നേരെ ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് വിവിധ മെഡിക്കൽ കോളേജുകളിലേക്ക് പോകാം. അതല്ല എഞ്ചിനീയറിംഗ് IT മേഖലയാണെങ്കിൽ അത്തരത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകാം. അപ്പൊ തീർച്ചയായും അതുപോലെ തത്തുല്യമായ നിരവധിയായ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അതിനുവേണ്ട പരിശ്രമവും, അതിനുവേണ്ട കഠിനാധ്വാനവും, അതിനുവേണ്ട പ്രയത്നവും തീർച്ചയായും നടത്തണം. എങ്കിലേ ഇതെല്ലാം സുസാധ്യമാകും. അത് നിങ്ങൾക്ക് കഴിയട്ടെ. എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ അവാർഡ് ജേതാക്കളെ പോലെ എല്ലാവർക്കും പോലെ വിജയവും നേടാൻ കഴിയട്ടെ. ഏറ്റവും നിഷ്കളങ്കമായ ഈ കാലഘട്ടം, ഈ വിദ്യാഭ്യാസ കാലഘട്ടം നിങ്ങളുടെ രക്ഷാകർത്താക്കളും അധ്യാപകരും ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് നേടാൻ ഈ വിദ്യാഭ്യാസ കാലഘട്ടം വിജയകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു.
തീർച്ചയായും നിങ്ങളുടെ രക്ഷാകർത്താക്കൾ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ അധ്യാപകരെല്ലാം നിങ്ങളെ ഉറ്റുനോക്കുന്നുണ്ട്. നാളെയുടെ വാഗ്ദാനങ്ങൾ നാളെ ഈ സംസ്ഥാനത്തെയും രാജ്യത്തെയും നയിക്കേണ്ടവരാണ്. ഞാൻ സൂചിപ്പിച്ച തരത്തിൽ എത്തിച്ചേരേണ്ടവരാണ്. നിങ്ങൾക്ക് എല്ലാം അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു വിദ്യാലയ വർഷം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പത്താം ക്ലാസ്സിലേക്ക് ഈ വർഷം പ്രവേശനം നേടിയ അനന്തു എ പൂ കൊടുത്ത് നമ്മുടെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 10ാം ക്ലാസ്സിലേക്ക് ഈ വർഷം പ്രവേശനം നേടിയ അനന്തു എ. അടുത്തതായി നമ്മുടെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്രീ മാത്യു കെ അലക്സ് സാറിനെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ മദൻലാൽ സാർ, സ്കൂളിൻ്റെ ഹെഡ്മിസ്ട്രസ് അമ്മിണി ടീച്ചർ, വേദി ഇരിക്കുന്ന പ്രിയപ്പെട്ട രാജശേഖർ സാർ, MPTA പ്രസിഡന്റ് ശ്രീമതി പ്രശോഭ എസ്, വാർഡ് മെമ്പർ S സുധർമ്മ ദേവി, പ്രിയ രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വർഷങ്ങൾ പാരമ്പര്യമുള്ള തിരുമലങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ അഡ്മിഷൻ എടുത്ത് സ്കൂളിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. കാര്യം ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. എന്തെങ്കിലും ആശംസാ പ്രസംഗത്തിന് അത്ര പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സമയം വളരെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വന്നു ചേർന്ന എല്ലാവർക്കും നല്ല ഒരു ഭാവി, നല്ലൊരു വിജയം, നല്ലൊരു സ്കൂൾ അന്തരീക്ഷം ഇവിടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രവേശനോത്സവ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ കുട്ടികളും അതാത് ക്ലാസ്സുകളിൽ ഹാജർ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഹാജരായതിനു ശേഷം മാത്രം അതാത് ക്ലാസ്സുകളിലേക്ക് പോകണം. അടുത്തതായി ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ സംഘാടകൻ, ഇത് നമ്മളുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രോഗ്രാം അടക്കം എല്ലാ പരിപാടികൾക്കും നേതൃത്വം നൽകിയ ശ്രീ മനേഷ്, സ്റ്റാഫ് സെക്രട്ടറി ശ്രീ മനേഷ് സാർ, പ്രോഗ്രാമുകൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു കഴിവ്, ഒരു ഉത്സാഹം, തീർച്ചയായും അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. ഈ പ്രോഗ്രാമിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രീ മനേഷ് സാറിനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ മദൻലാൽ സാർ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി അമ്മിണി ടീച്ചർ, സമ്മാനദാനം നിർവഹിച്ച D വിജയകുമാർ സാർ, നമ്മുടെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത ശ്രീ അഡ്വക്കേറ്റ് ബിജു എബ്രഹാം, നമ്മുടെ മുഖ്യ അതിഥി നമ്മുടെ സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി അംഗം ദീപക് സാർ,
PTA വൈസ് പ്രസിഡന്റ് പ്രദീപ് സാർ, MBTA പ്രസിഡന്റ് ശ്രീമതി പ്രശോഭ മാഡം, ബ്ലോക്ക് മെമ്പർ ശ്രീ കനകദാസ്, സ്കൂൾ പ്രിൻസിപ്പൽ മാത്യു കെ അലക്സ്, വാർഡ് മെമ്പർ സുധർമ്മ ദേവി മാഡം, ശ്രീ രാജശേഖര സർ, എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട എന്റെ വിദ്യാർത്ഥിനികൾ, രണ്ടു മാസത്തെ അവധി കഴിഞ്ഞ് എല്ലാ കുട്ടികളും ഒരു അധ്യയന വർഷത്തിന് തുടക്കമെന്നുള്ളതിൽ നമ്മുടെ എല്ലാം പഠനങ്ങൾ ആരംഭിക്കുന്ന ദിവസമാണ് ജൂൺ 3. അപ്പൊ ഈ അധ്യയന വർഷത്തിൽ പുതിയതായി വന്നു ചേർന്ന കുട്ടികൾ ഈ വിദ്യാലയത്തിൽ കഴിഞ്ഞ വർഷം എത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു കാഴ്ചവെച്ചത്, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് എല്ലാവരുടെയും അറിവിലേക്ക് ചെറിയ വീഡിയോ പ്രദർശനം ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചത്. ഈ പരിപാടി കണ്ട് ഈ വർഷം നമ്മുടെ സ്കൂളിൽ പഠനം ആരംഭിച്ച വിദ്യാർത്ഥികൾ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മുൻതൂക്കം കൊടുക്കണവും അതേപോലെ തന്നെ 34 A+ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അത് 50 A+ ആക്കി മാറ്റുന്നതിനും കലോത്സവത്തിലും സ്പോർട്സിലും മറ്റ് പ്രവർത്തനങ്ങളിലെല്ലാം മികവാർന്ന റിസൾട്ടുകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ മാത്രമേ സ്ഥാപനത്തിന് നല്ല പേരുകൾ ലഭിക്കുകയുള്ളൂ. അപ്പൊ സ്ഥാപനം ഏത് ഉയർച്ചയിൽ എത്തിക്കണമെങ്കിലും നിങ്ങളുടെ പഠനത്തിനോടുകൂടി തന്നെ നിങ്ങളുടെ സ്വഭാവം, അച്ചടക്കം, അത് എല്ലാ കുട്ടികളിലും നിർബന്ധമായും നല്ല രീതിയിൽ ഉണ്ടാകാൻ വേണ്ടി പരമാവധി നിങ്ങളും രക്ഷിതാക്കളും ഞങ്ങളും ശ്രമിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ നമുക്ക് എത്തി മുന്നോട്ട് പോകാവുന്നതാണ്. നമ്മുടെ ഇവിടെ അവാർഡുകൾ വിവിധ കുട്ടികൾ ഏറ്റുവാങ്ങുകയുണ്ടായി. നമ്മളുടെ അതിലുപരി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ മേഘ നമ്മുടെ സംസ്ഥാന തലത്തിൽ നമ്മുടെ സ്കൂളിന് നിലവാരത്തിന് അവാർഡ് മേടിച്ചു തന്ന ഒരു ഭാഗമായ കുട്ടി കൂടിയാണ് മേഘ. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സ്കൂളിന്റെ അന്തസ്സും റിസൾട്ടും നല്ല രീതിയിൽ ഉണ്ടാകാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കാം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്ന് ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ബിജു എബ്രഹാം സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ ഏതൊരു പരിപാടികൾക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും നല്ല നിർദ്ദേശങ്ങൾ തരികയും ഇത് നമ്മളുടെ പ്രവേശനോത്സവത്തിന്
കൂടുതൽ സമയം നമ്മളോടൊപ്പം ചെലവഴിക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ടാണ്. എങ്കിലും സമയത്ത് 2 പ്രാവശ്യം നമ്മളിവിടെ സ്കൂളിലെത്തി അതിന്റെ ഉദ്ഘാടനം കൃത്യമായ ആ സമയത്ത് നിർവഹിക്കുകയും നമ്മളോടൊപ്പം വന്ന് സഹകരിക്കുകയും ചെയ്ത ശ്രീ അഡ്വക്കേറ്റ് ബിജു എബ്രഹാം അവർക്ക് സ്കൂളിന്റെയും എന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തായി നമ്മുടെ PTA പ്രസിഡന്റാണ് ശ്രീ മധുരാൽ സാർ. 2 വർഷക്കാലമായി നമ്മുടെ സ്കൂളിന്റെ PTA പ്രസിഡന്റായി തുടരുകയാണ്. നമ്മുടെ മുൻകാലങ്ങളിൽ PTA പ്രസിഡന്റായിരുന്ന പല വ്യക്തികൾ നല്ല സഹകരിക്കുകയും നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നെങ്കിലും നമുക്ക് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളോടൊപ്പം നിന്ന് സഹകരിക്കുകയും നല്ല നിർദ്ദേശങ്ങൾ തരികയും സ്കൂളിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. PTA പ്രസിഡന്റായി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ശ്രീ മധുരാൻ സാറിന് സ്കൂളിന്റെയും എന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളു. അടുത്തായി നമ്മുടെ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി അമ്പിളി ടീച്ചറാണ്. ടീച്ചർ ആദ്യത്തിന് ശേഷം ആദ്യത്തെ പ്രവേശനോത്സവമാണ്. ഇത്രയും നല്ല രീതിയിലുള്ള പ്രവേശനോത്സവ പരിപാടിയിൽ ടീച്ചർക്ക് ആ സ്ഥാനത്തിരിക്കാൻ ഉള്ള ഭാഗ്യം ലഭിക്കുകയും തുടർന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടീച്ചർക്ക് സ്കൂളിന്റെ എന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തായി നമ്മുടെ മാനേജിംഗ് ട്രസ്റ്റി ശ്രീ ദീപക് സാറാണ്. എനിക്ക് ഒരു മെസ്സേജ് തരികയുണ്ടായി. അടിയന്തരമായ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ യോഗത്തിൽ എത്തുവാൻ സാധിക്കുന്നില്ല. മറ്റൊരു പരിപാടിയിൽ കൃത്യമായി നിങ്ങളോടൊപ്പം സഹകരിച്ചു കൊള്ളാമെന്ന് പറയുകയുണ്ടായി, അറിയുകയുണ്ടായി. സ്കൂളിന്റെ പേരിലുള്ള നന്ദി ദീപക് സാറിന് എന്റെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊടുക്കും. അടുത്തായി നമ്മുടെ CI ശ്രീ വിജയകുമാർ സാറാണ്. നമ്മുടെ സമ്മാനദാനം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ സാറിന്റെ വളരെ വിലപ്പെട്ട കുറെ നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് പ്രസംഗത്തിലൂടെ പറഞ്ഞു തരികയുണ്ടായി. അതെല്ലാം മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ സമ്മാനം സാറിനെ ഏൽപ്പിച്ച് കൃത്യസമയത്ത് തന്നെ സാറെത്തുകയും തുടർന്ന് നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടാണ് സാർ പോയിരിക്കുന്നത്. സാറിന് സ്കൂളിന്റെ പേരിലുള്ള എന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളു. അടുത്തായി നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് ശ്രീ പ്രദീപ് സാറാണ്. നമ്മുടെ ഏത് കാര്യത്തിലും എപ്പോഴും എന്ത് പരിപാടികൾക്കും ഓടിയെത്തുകയും നല്ല മനസ്സോടുകൂടി സഹകരിക്കുന്ന പ്രദീപ് സാറിന് സ്കൂളിന്റെ എന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളും. അടുത്തായി നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീമതി പ്രശോഭമാണ്. നമ്മളെ അത്യാവശ്യമുള്ള പരിപാടികൾക്കൊക്കെ നമ്മൾ വിളിച്ചാൽ കൃത്യമായിട്ടും വന്ന് നമ്മളോടൊപ്പം നിൽക്കുകയും മുൻ വർഷങ്ങളിൽ നമ്മുടെ സ്കൂളിൽ കമ്പ്യൂട്ടർ ടീച്ചറായിരിക്കുകയും നമുക്ക് നല്ല രീതിയിൽ നമ്മളോടൊപ്പം നിന്ന പ്രസവ മാഡത്തിന്റെ സ്കൂളിന്റെ എന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളു. അടുത്തായി ശ്രീ കനകദാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. എന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. നമ്മുടെ ഇന്നത്തെ പ്രവേശനോത്സവ പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കാതെ പോയിരിക്കുകയാണ്. നെടുമ്പായക്കുളത്ത് വെച്ച് നടക്കുന്ന പ്രവേശനോത്സവ മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്.
അതുകൊണ്ടാണ് കനകദാസ് സാർ നമ്മളുടെ പരിപാടിയിൽ പ്രസംഗിക്കാതെ പോയത്. അപ്പൊ സ്കൂളിന്റെയും എന്റെയും പേരുള്ള നന്ദി അറിയിച്ചുള്ളൂ. അടുത്തായി നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ മാത്യു കെ അലക്സ് സാറാണ്. നമ്മളുടെ വേർതിരിവില്ലാതെ ഹൈസ്കൂളെന്നോ UP എന്നോ HS എന്നോ വേർതിരിവില്ലാതെ നമ്മുടെ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുകയും നമുക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്ന മാത്യു കെ അലക്സ് സാറിന് എന്റെയും സ്കൂളിന്റെ പേരുള്ള നന്ദി അറിയിച്ചുള്ളൂ. അടുത്തായി നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി S. സുധർമാൻ ദേവി മാഡമാണ്. ഏത് പരിപാടികൾക്കും നമ്മള് കൂടെ നിന്ന് സഹകരിച്ച് നമുക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ തരുന്ന നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി സുധർമാൻ മാഡത്തിന് സ്കൂളിന്റെയും എന്റെയും പേരുള്ള നന്ദി അറിയിച്ചുള്ളൂ. അടുത്തതായി ശ്രീ രാജശേഖർ സാറാണ്. നമ്മുടെ സ്കൂളിന്റെ ഇവിടുത്തെ മുൻ അധ്യാപകരാണ്. നമ്മുടെ സ്കൂളിന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുൻകാലിൽ നിന്ന് പ്രവർത്തിക്കുന്ന ശ്രീ രാജശേഖർ സാറിന് എന്റെയും സ്കൂളിന്റെ പേരുള്ള നന്ദി അറിയിച്ചുള്ളൂ. അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾക്കാണ്. ഈ വർഷം നമ്മുടെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്ത എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ കുട്ടികൾക്ക് എന്റെയും സ്കൂളിന്റെയും പേരുള്ള നന്ദി അറിയിച്ചുള്ളൂ. അടുത്തതായി നമ്മുടെ SPC കേഡറ്റ്സിന്റെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് JRC ഈ യൂണിറ്റിലെ കുട്ടികൾ നമ്മുടെ സ്കൂളിന്റെ ഈ പ്രവേശനോത്സവ പരിപാടികൾക്ക് വേണ്ടുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് നല്ല മുൻതൂക്കത്തിൽ നിന്ന് നമുക്ക് സഹായിക്കുകയും നമ്മളോടൊപ്പം നിന്ന് വളരെ അച്ചടക്കത്തോടെയും വളരെ മര്യാദയോടുകൂടി സ്കൂളിന്റെ അന്തസ്സ് സൂക്ഷിക്കുന്ന ഈ കേഡറ്റ്സിലെ ഈ യൂണിറ്റിലെ കുട്ടികൾക്ക് സ്കൂളിന്റെ എന്റെ പേരുള്ള നന്ദി അറിയിച്ചുള്ളൂ. അടുത്തതായി നമ്മുടെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളാണ്. എല്ലാവരും 2 മാസവും കഴിഞ്ഞ് ബന്ധുവീടുകളിലും മറ്റു കാര്യങ്ങളിലും പോയി തിരികെ നമ്മളെ AEPF ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പഠനം ആരംഭിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാൻ സാധിക്കട്ടെ. എന്റെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് എന്റെ സ്കൂളിന്റെ പേരുള്ള പ്രത്യേക നന്ദി അറിയിച്ചുള്ളൂ. അടുത്തതായി നമ്മുടെ വിവിധ അവാർഡുകൾ ഫുൾ A+, 8A+, 9A+ കരസ്ഥമാക്കിയ ചുണക്കുട്ടികൾ, ചുണക്കുട്ടന്മാർ ഇവർക്കെല്ലാം ഇനിയും തുടർന്നുള്ള മുന്നോട്ട് നല്ല രീതിയിൽ അവാർഡുകൾ കരസ്ഥമാക്കാൻ സാധിക്കട്ടെ. ഈ കുട്ടികൾക്ക് സ്കൂളിന്റെയും എന്റെയും പേരിലുള്ള നന്ദി അറിയിച്ചുള്ളൂ. അടുത്തതായി നമ്മളെ PTA മെമ്പേഴ്സ് ആണ്. PTA മെമ്പേഴ്സിന് എല്ലാവർക്കും നമ്മുടെ സ്കൂളിന്റെയും എന്റെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നന്ദി പറയുന്നത് നമ്മുടെ സഹോദര സ്ഥാപനമായ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും നമ്മളുടെ എല്ലാ പരിപാടികൾക്കും നമ്മളോടൊപ്പം സഹകരിക്കുകയും പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ പ്രവേശനോത്സവ പരിപാടിയിൽ എല്ലാ സ്റ്റാഫിന്റെയും ഒരു പങ്കാളിത്തം ഇന്നിവിടെ കാണുകയുണ്ടായി. ആ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്ത
അടുത്തതായി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ്, നല്ലവരായ നാട്ടുകാർ. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളും. അതുപോലെ തന്നെ നമ്മുടെ എന്റെ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നമ്മുടെ പുതിയതായിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും സ്കൂളിന്റെ എന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളും. അടുത്തായി നമ്മളുടെ ഏത് പരിപാടിക്ക് നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ കുടുംബത്തിന്റെ ഒരു അംഗമായി നിൽക്കുന്ന ഗുരു സൗണ്ട്, നമ്മൾ ഏത് പരിപാടികൾ വിജയിപ്പിക്കുന്നതിന് നല്ല രീതിയിൽ സഹകരിക്കുന്ന ഗുരു സൗണ്ടിന് സ്കൂളിന്റെയും എന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളു. അതേപോലെ തന്നെ നമ്മുടെ വ്യത്യസ്തമായ ഒരു പ്രവേശനോത്സവത്തിന് LED ഉൾപ്പെടെ നമ്മുടെ വിവിധ പരിപാടികൾ, ചുരുങ്ങിയ പരിപാടികളുടെ ഫോട്ടോകൾ മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ഫോട്ടോകളെല്ലാം പുറത്തിറക്കിക്കൊണ്ട് അത് LED വാർഡിൽ നമ്മളെ പ്രദർശിപ്പിക്കുന്നതിനും മറ്റ് അതിനു വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നമ്മളെ ഗ്ലാമർ എഴുകോൺ അതിന്റെ പ്രൊപ്പറേറ്റർ ശ്രീ ബാലു, അതിന്റെ സഹായം വന്നിരിക്കുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പരിപാടികൾ ഇനിയും നല്ല രീതിയിൽ പ്രദർശിപ്പിക്കുന്നതിനും നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ചു തരുമെന്നും വിചാരിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും നന്ദി അറിയിച്ചുകൊള്ളും. അടുത്തതായി ഞാൻ ആർക്കെങ്കിലും നന്ദി പറയുന്നതിന് വേണ്ടി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നല്ലൊരു അധ്യയനവർഷം ആരംഭിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.